जानकीकान्तस्मरणं जया राम राम गोविन्दा जीवनस्मरणं गोविन्दा कृष्ण कृष्ण मुकुन्द जनार्दना कृष्ण गोविन्द नारायण हरे अच्युतानन्द गोविन्द माधव सच्चिदानन्द नारायण हरे गुरुनाथं तुणचैत सन्ततम् തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ നരജന്മം സഫലമാക്കിയിടുവാൻ നരജന്മം സഫലമാക്കിയിടുവാൻ ലക്ഷ്യമാക്കി അറിയണ്ടേ എവിടേക്കാ പോകേണ്ടതെന്ന് അറിയിച്ചാൽ എവിടേക്കാ നിർത്തുന്നതെന്ന് അറിയില്ല ലക്ഷ്യമോട് ബോധമില്ലാത്തവൻ എവിടെയെല്ലാം സാധിക്കില്ല അതിനോടൊപ്പം പറയാം നമ്മുടെ മുപ്പത്തിരണ്ട് പോയി നാട്ടിലൊക്കെ കുറേ കണക്കൊന്നും വിളിക്കുന്നത് നാം കൂട്ടാൻ പറയും മതി പക്ഷെ ഇപ്പോൾ പോലെ കുറച്ച് കഴിഞ്ഞാൽ തന്നെ കണക്കൊന്നും വിളിക്കാൻ കഴിയാതാവും അന്ന് താമസിപ്പോയി കടന്നിടതമില്ലാത്തതും രോഗം സമ്മാനിച്ച വരുന്നതും അന്ന് രോഗം മാറും ആ അവസ്ഥയിലെത്തുമ്പോൾ കണക്കില്ല ആ അവസ്ഥയിൽ അത് ശരി ഇപ്പോൾ നാം ജീവിക്കുമ്പോൾ കണക്ക് തന്നെ ചോദിക്കാം നമുക്ക് അതിദൂരമാം ചക്രവാളത്തിലും അകലെയാണ് കേട്ടേണ്ടതെങ്കിലും അയുധജന്മങ്ങളാവശ്യമെങ്കിലും ഞാൻ ഈ വഴി സാധകന്റെ നിശ്ചയദാർഢ്യം ഇതിലിപ്പവർ അതിവേദിയ ഉപയോഗിക്കുന്നത് ഇതിന് എത്രയോ ദൂരെയാണ് ലക്ഷ്യം ആ കാണുന്ന മലകൾക്കും അപ്പുറത്താണ് അങ്ങെത്താ ദൂരത്താണ് നമുക്ക് എത്തേണ്ടത് പക്ഷേ അതേ സമയത്ത് സമയമോ വളരെ കുറച്ച് ഭഗവാൻ അനുവദിച്ച് തന്നത് മുഴുവൻ കിട്ടുകയാണെങ്കിൽ 120 യാത്രാന്ന് പറയില്ലല്ലോ ഒരു 10-80 വയസ്സ് വരെ കിട്ടിയാൽ വലിയ ഭാഗ്യമായിരിക്കും അത് കിട്ടാൻ കുറഞ്ഞ് വരികയാണ് അതെ ഇപ്പോൾ പുതുതായിട്ടുണ്ടല്ലോ 50-60 കഴിയാൻ പിന്നെ കിട്ടുന്നതൊക്കെ ബോണസാണ് കിട്ടിയാൽ കിട്ടിയില്ലെങ്കിൽ വരാം അപ്പോൾ എന്തിനാണ് നമ്മൾ ചിന്തിക്കണം നമുക്ക് എത്താൻ ഒരുപാട് ദൂരം നടക്കാനുണ്ട് സമയം വളരെ കുറച്ചേ വിവേകം കൂടാതെ നിമിഷം കളയരുതാരും അരനിമിഷം പോയതൊക്കെ പോയതല്ലേ തിരിച്ചു കിട്ടുന്ന പ്രശ്നമില്ല പൈസ കുറെ നഷ്ടപ്പെട്ട എങ്ങനെയും നമുക്ക് തിരിച്ചെടുക്കാം തീരുമാനിച്ചത് സമയം പോയത് പോയി ഈ ബോധം എപ്പോഴും മനസ്സിലെങ്കിലും നമുക്ക് ഉറക്കം പോലും വരില്ല നമ്മുടെ ലക്ഷ്യം ഇങ്ങനെ തെളിഞ്ഞ് കാണാൻ ശ്രമിക്കുന്നത് ആ ലക്ഷ്യത്തിലേക്ക് ഇങ്ങനെ കുതിക്കാം അവിടേക്ക് ഇവിടേക്ക് തിരിഞ്ഞു നോക്കാതെ എന്തോ നടന്നോട്ടെ അതൊന്നും എനിക്കൊരു പ്രശ്നമില്ല എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തണം എന്താ ലക്ഷ്യം ആ പരമാനന്ദ പ്രാപ്തി ഇനി ഒരു തിരിച്ചു വരവില്ലാത്ത ആനന്ദം സന്തോഷം എന്ന് പറഞ്ഞാൽ മുഴുവൻ ശരിയാവില്ല അതുകൊണ്ട് സന്തോഷം എന്നുള്ള വാക്കാണ് നമുക്ക് കേട്ട് വരുന്നത് സന്തോഷത്തിന് അപ്പുറത്താണ് ആനന്ദം സന്തോഷം പറഞ്ഞാൽ പിന്നാലെ വാക്ക് വരുന്നത് എന്താണ് സന്തോഷത്തെ വലിയൊരാൾ സങ്കടമാണ് ആനന്ദത്തിന് ആനന്ദം വേണമെന്നില്ല ഞാൻ എങ്ങനെയാ അവസ്ഥ നിങ്ങൾക്ക് വിവരിച്ചതില്ല ഒരൊറ്റ പാട്ടേ പറയാറ് പരമാനന്ദം സന്തോഷത്തിനുള്ള വാക്യം മുമ്പ് വരുന്നു അതല്ലേ കേട്ട് വരും അങ്ങനെ ഇപ്പോ പരമസുഖമാണ് ഇനി ഒന്നും ലഭിക്കേണ്ടതില്ല എന്തൊക്കെ ലഭിച്ചാൽ പിന്നെ അന്വേഷണങ്ങളെല്ലാം നിന്നു പോകുന്നുവോ അതാണ് നമ്മുടെ ലക്ഷ്യം സാധിക്കാത്ത കാര്യമൊന്നുമല്ല ആത്മാക്കൾ പോയി അവർ പോയിട്ട് ആ വഴി
നടന്നിട്ടാ പറഞ്ഞു നമ്മളോട് വരൂ നമുക്ക് ഇങ്ങനെ അച്ഛനെ കൊണ്ട് ദാരിദ്ര്യം കൊണ്ട് ലക്ഷ്മി കരയേണ്ടതൊന്നും അല്ല നിങ്ങൾ കൃഷ്ണൻ എപ്പോഴും ചിന്തിച്ചുകൊള്ളണം. ജനനം മുതൽ മരണം വരെ ദുഃഖത്തിന്റെ കാരണങ്ങൾ കൃഷ്ണൻ ദുഃഖിച്ചതൊന്നുമില്ല. അല്ലെ കാരാഗ്രഹത്തിൽ നാം ജനിച്ചത് സർവത്ര ഓരോ ദിവസവും കൃഷ്ണന് പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങളൊക്കെ തിരിച്ചുകൊണ്ട് രാമനും അതുപോലെ എന്തെല്ലാം പ്രശ്നങ്ങൾ പുറത്തെങ്കിലും പ്രശ്നം അകത്ത് കയറിയില്ല. അതാണ് നമുക്ക് മാറുന്നത്. പ്രശ്നങ്ങളുണ്ടാവും, എപ്പോഴും ഉണ്ടാവും. മഴ വരും, വെയിൽ വരും, കല്ലും മുള്ളുള്ള സ്ഥലത്ത് കൂടെ പോകേണ്ടി വരും. മഴ വരുത്താതിരിക്കാൻ പറ്റും. മഴ ആവശ്യകത എവിടെയുണ്ട്? മഴ വേണ്ടാന്ന് ബഹളമായിട്ട് പ്രവർത്തിച്ചത് മഴ ആവശ്യകത എവിടെയുണ്ട്? നല്ലൊരു കുട കഴിച്ചാൽ മഴ പെയ്തോട്ടെ, 2 മണിക്കൂർ മഴ പെയ്താൽ നമുക്ക് പോവാം, പ്രശ്നമില്ലാതെ. കല്ലിക്കോട് കൊണ്ടുപോയി പോയേ പറ്റും, നടന്നേ പറ്റും. വേണമെങ്കിൽ ഉച്ചനേരത്തുള്ള യാത്രയ്ക്ക് കുറച്ച് ഒഴിവാക്കണം. പക്ഷേ കല്ലുമുള്ളിൽ തന്നെ വീട്ടിലോട്ട് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. പോയിട്ട് വരും ചേർപ്പെടും മാറ്റി നല്ലൊരു ചേർപ്പെടുകയാണ് കഴിഞ്ഞ പ്രശ്നം തീർന്നു. അതുപോലെ എന്തെല്ലാം പ്രശ്നം എന്നാലും പോസിറ്റീവ് തിങ്കിങ് വിടാതിരിക്കുക. എല്ലാം പ്രശ്നം കൊറോണ വരും, കൊറോണ പോകും, വേറെ എന്തെങ്കിലും വരും, അത് പോകും. നമ്മളാദ്യം നൽകുക. ആ പരമശാന്തിയിൽ എത്തലാണ് നമ്മുടെ ലക്ഷ്യമെന്ന് സദാ ഓർമ്മിച്ചുകൊണ്ട് അത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. സാമൂഹ്യ സേവനമൊക്കെ അതിന് പിന്നിൽ വരുന്ന അവിടെ നമുക്ക് എത്താൻ സാധിക്കണം. കൂടെയോ ഒരു 10,000 നമ്മുടെ വഴി നമ്മുടെ വഴിയിൽ വന്ന വഴി ആ വഴിയിൽ കൈ പിടിച്ച് എത്താനും സാധിക്കും. അതായിരിക്കട്ടെ എന്നോട് ഒരു ലക്ഷ്യം. എന്തെങ്കിലും ഒരു ലക്ഷ്യം ചെയ്യുമ്പോൾ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പലരും പറയാറില്ല. നേരത്തെ ഞാൻ പറഞ്ഞു, നാമത്തെ ചിരിക്കാൻ നിങ്ങൾ കണക്ക് പിടിക്കാനൊക്കെ വലിയ പാടാണ്. കണക്ക് ഓരോ നാമത്തിലേക്ക് അപ്പം ഇതൊക്കെ കുറച്ച് പിന്നെ കുറച്ച് ആശ്വാസം ഓരോന്നും അമർത്തിയാൽ മതി പറയും. അപ്പോൾ അപ്പം സാറെ കയ്യിൽ കഴിഞ്ഞാൽ തുടങ്ങും പറയുന്നതിനാക്കാൻ ഈ പ്രശ്നങ്ങളിലേക്കാണ് ഫോക്കസ് ചെയ്യുക. അങ്ങനെയുണ്ടോ? വീക്ഷണത്തിലെ വ്യത്യാസമാണ്. നമുക്ക് സൗകര്യമായില്ലേ മാലിങ്ങനെ കട്ടി കണ്ടതിനേക്കാൾ സൗകര്യം ചെയ്ത് അങ്ങനെയല്ലേ വിചാരിക്കുന്നത്. അതിന് പറയാം ഈ ഓക്കെ ആ പ്രശ്നങ്ങൾ മാത്രം എപ്പോഴും കാണുന്ന ആൾക്കാർ അവരുടെ വീക്ഷണം അങ്ങനെ ക്ഷീരമുള്ളൊരകിടും ചുവട്ടേരം ചോര തന്നെ കൊതുകിന്നു കൗതുകം. കൊതുകിന് വേണ്ട ചോര അത് എത്ര മധുരമുള്ള പാലം തന്നെയാണ്. അപ്പൊ നമ്മൾ എത്ര നല്ലൊരു കാര്യം വന്നാലും അതിന്റെ വേറൊരു വശമാണ് അത് മാത്രം വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ അമ്പലത്തില് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അത് ഒരുപാട് നന്നായി നടന്നിരുന്നാണ് 10-30 വർഷം മുമ്പ്. പിന്നെ അടുത്ത അമ്പലങ്ങളും അപ്പൊ ഇവിടുത്തെ ആൾക്കാരൊക്കെ കുറെ ആ സൈഡിലുള്ളവർക്ക് അവിടേക്കുള്ള പുതിയ അമ്പലത്തിൽ പോയി. ഇപ്പുറത്തുള്ളവർക്ക് ഈ പുതിയ വന്ന അമ്പലത്തിൽ പോയി. എന്തിനു പറയുന്നു? പിന്നെ കുറച്ച് പേര് തെറ്റിപ്പോയി. ഇവിടെ ഒന്നും ശരിയല്ല, അവിടെ പായസമൊക്കെ കഴിച്ച് പോച്ചു ഒരു പ്രസാദം അച്ഛനേക്ക് കൊടുത്ത് 1 മണിക്കൂർ കഴിഞ്ഞ് കിട്ടും. ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവർ അവിടുന്ന് എല്ലാം ഇങ്ങനെ ഒഴിവാക്കി നന്നായി നടക്കുന്ന ശേഷം ആ രസീതാക്കണവർക്ക് കൈ കളയും. അങ്ങനത്തെ ഒരു അവസ്ഥയുണ്ടാവും തുടക്കത്തിൽ കുറച്ചു കാലം. ഇങ്ങനെ അവിടെ ഇവിടേക്ക് അമ്പലം വന്നതോടുകൂടി ഇത് നമ്മൾ മനുഷ്യനെ എല്ലാം പുതുമെ ഇഷ്ടപ്പെടുന്നവരല്ലേ. ഇത് വളർച്ചയായിപ്പോയി ഈ അമ്പലം. പുതിയ അമ്പലങ്ങൾ അവിടെ ഒരു കുറച്ച് ചെല്ലുമ്പോഴൊക്കെ നല്ല സന്തോഷം. അവർ പരമാവധി ആൾക്കാരെ ആകർഷിക്കാനൊക്കെ ശ്രമിക്കും. അപ്പോൾ എന്തിനു ഇവിടെ ഭയങ്കര ദാരിദ്ര്യമായി. ശമ്പളം കൊടുക്കാൻ കൂടി 4 ലക്ഷം രൂപ മിനിമം വേണം അവിടുത്തെ കാര്യങ്ങളൊക്കെ. ഒന്നും ചെയ്യാൻ വരുമാനം ഈ എഴുതാണെങ്കിലും വീശിങ്ങനെ ഇരിക്കാം, ഒരു പണിയില്ല. എപ്പോഴും 1/2 മണിക്കൂർ കഴിഞ്ഞാൽ ഒരാൾ വന്നു കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ സങ്കടമായി. ഞാൻ കുറച്ച് കാലം പൂജ ചെയ്തായിരുന്നു 1 വർഷം. അപ്പോൾ മാനേജർ പാർട്ടികൾക്ക് വിളിച്ചു അതുകൊണ്ട് ഫോക്കസ് അറിയുന്നത് ചെയ്യാൻ ശമ്പളം കൊടുക്കാൻ കൂടി പൈസ ഇല്ലാത്ത അവസ്ഥയും മാറി. നമുക്കിപ്പോൾ അവരെയൊന്നും പറയാൻ പറ്റില്ല. ജ്യോതിഷിക്ക് അങ്ങനെയൊക്കെ പറഞ്ഞ വഴികൾ പറയില്ലേ, ജ്യോതിഷിക്കൊക്കെ പൈസ കൊടുക്കാം, എന്നിട്ട് വരുമാനമൊക്കെ അത് ആ അമ്പലത്തിൽ ചെയ്താലേ ശരിയാവുള്ളൂ കേട്ടോ എന്നൊക്കെ പറയിപ്പിക്കും. ജ്യോതിഷം പറഞ്ഞാൽ ഞാൻ കേൾക്കുമല്ലോ, അവരെന്നെ എഴുതി കൊടുക്കുന്നതാണ്. അത് ഇവിടെ വേണ്ട, ഇവിടെ ഒന്നും ശരിക്കും ചെയ്യുന്നില്ല. ഇന്ന് അവിടെ പോയിക്കോളൂ, അവിടുത്തെ രീതിയിൽ നന്നായി ചെയ്യും. അതിൻ്റെ പിന്നെ കൂടെ ചില നേട്ടങ്ങളൊക്കെ തിരുമേനിക്ക് കിട്ടുന്ന ഒരു പങ്ക് തിരുമേനി ഇവിടെ പോകും. പിന്നെ എല്ലാം മെഡിക്കൽ ഷോപ്പിൽ ഹോസ്പിറ്റലുകളിൽ നമ്മൾ ഇടയ്ക്കൊക്കെ അത് നടക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതിലൊക്കെ പറഞ്ഞാൽ വരുമാനം ഇല്ലല്ലോ. ഇങ്ങനെ ഇരിക്കുമ്പോൾ വളരെ സങ്കടമായിട്ട് മാനേജർ പാർട്ടികളോട് സംസാരിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്? മറ്റേ ഇതിലൊന്ന് രക്ഷപ്പെടുന്നുണ്ട്. അവർ കുറച്ച് ഡെപ്പോസിറ്റ് വെച്ചിട്ടുള്ള പൈസ അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത് സംഭവം കുട്ടികളൊക്കെ. പിന്നെ നമുക്ക് ചെയ്യാവുന്ന നമുക്കില്ല അല്ലേ? വിപ്ലവത്താക്കലല്ല നമ്മുടെ ജോലി. ആടൊക്കെ കൂടെ ബഹളമാക്കി എൻ്റെ ഗവൺമെൻറ് വന്നതിന് ശേഷം ഞാൻ ചെയ്യും. ഇങ്ങനൊരു ഭീഷണമാണ്. ഇപ്പം എൻ്റെ പണി നിർത്തും, ബഹളം കൂട്ടാം, തൊഴിലാളി മുതലാളി അടുപ്പിക്കുക, അധ്യാപകരെ അടുപ്പിക്കും.
പ്രശ്നങ്ങളോട് പ്രശ്നം ഉണ്ടാക്കുക, അവസാനം ജനങ്ങളിൽ നിയമം കയ്യിലെടുക്കുന്നൊക്കെയാണ് അവരുടെ വീക്ഷണം. അങ്ങനെ ക്രമേണ നമുക്ക് അവിടെ കയറാം. നമ്മൾ കേൾക്കുന്നത് നമ്മുടെ ഇഷ്ടം പോലെ കഴിക്കണം. അത്രയ്ക്ക് വേറെ പറയുന്നത് ഈ പ്രശ്നം ഉണ്ടാക്കി മാത്രമേ പറയൂ. പ്രശ്നക്കാരന് ഏകദേശം തന്നെ ചെയ്യുന്നു. ആദ്യം തന്നെ പോയി കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ വീട്ടിൽ പറയാം. ഭർത്താവ് നിന്ന് ഭർത്താവ് മാത്രമേ പറഞ്ഞത് ഭയങ്കര പറ്റുള്ളൂ. അതോ സ്ത്രീകളിൽ വല്ലാതെ യേശു നോക്കൂ സ്വാമി അതോടെ ശ്രദ്ധിക്കണം കേട്ടോ, അത് പോക്കൊക്കെ ശരിയല്ല. ഇങ്ങനെ വിഷം കുത്തിവെക്കുന്ന ജ്യോതിഷിമാരൊക്കെ ഇല്ല. ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലോ, നിങ്ങൾക്ക് പൈസ വേണ്ടേ, നിങ്ങൾക്ക് ദിവസം പോയിട്ട് വേണ്ടേ, എന്തെങ്കിലുമൊക്കെ തരണ്ടേ, കയ്യില്ലെങ്കിൽ കടമാക്കിയിട്ടോ അതോ എന്തെങ്കിലും കൂടെ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ വേറെ കഴിവൊന്നുമില്ല. കുട്ടികളെ നോക്കാൻ കഴിയില്ല. പിന്നെ പൈസ കടമാക്കിയിട്ടെങ്കിലും കോപം പൂജയും ചെയ്യണ്ടേ. ഇതുപോലത്തെ കള്ളത്തരങ്ങൾ ഒരുപാട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ സമൂഹത്തിന് ഉപയോഗപ്രദമായിട്ട് പലരും ചെയ്യിപ്പിക്കാൻ സാധിക്കും. പക്ഷെ അതല്ല, ഇതാണ് വഴി. എപ്പോഴും പൈസ എങ്ങനെ ഉണ്ടാക്കാം, അവർക്ക് കുറെ വേണം, ഇന്ത്യന്മാർക്ക് കുറെ വേണം. ഇതിനൊക്കെ വേണ്ടി ജനങ്ങൾ ഇങ്ങനെ ശാസ്ത്രീയമായിട്ട് പിടിക്കുക, ഇതൊക്കെ നടക്കുന്ന വേറെ ആരുമല്ല ചെയ്യും. നമ്മുടെ പുറത്തുള്ള ശത്രുക്കളല്ലേ, നമ്മുടെ ഉള്ളിലുള്ളവരെയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അവരോട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറയാൻ പറ്റുമോ? നമുക്ക് തരണം നമുക്ക് ശരിയാക്കാം. ഇങ്ങനെ വഴി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ തൊട്ടടുത്തത് താമസിക്കും. നോക്കൂ, ഞാൻ ആ ചെന്നൈമാരോ അങ്ങനത്തെ ഇവിടെ ചെയ്യുന്നവരോട് പറഞ്ഞോളൂ, ഗണപതി ഹോമം നമ്മുടെ പഴയ ചെന്നൈ വന്ന് ചെയ്തത് നിങ്ങൾക്ക് വിരോധമൊന്നുമില്ലല്ലോ, അവർക്ക് ഭയങ്കര സന്തോഷമായി. നമ്മൾ പൈസ വേണ്ട. ആ സമയത്ത് അവർക്ക് വേറെ എന്തെങ്കിലും തൊഴിൽ ചെയ്യാറ്. ഒരു 5 മണിക്ക് അവിടേക്ക് ആ കാര്യം ദേവിയുടെ അമ്പലം, ദേവിയുടെ അമ്പലത്തിൽ പോയിട്ട് ഇവിടെ ലളിതാ സഹസ്രനാമ അർച്ചന ദിവസവും അതിന് രസിക്കില്ല. എല്ലാവർക്കും നല്ലത് വേണ്ടി സാമ്പത്തിക പ്രശ്നം ചെയ്യുന്നതിന് തന്നെയാണ് പ്രധാനപ്പെട്ട പ്രാർത്ഥന. അവധിക്കും ഹരണീയം, അവർ സമയത്ത് എന്താണ് ചെയ്യേണ്ടത്? സ്മരണീയം ചരണയുഗളം അമ്പായ അമ്പയുടെ പതാരം നിങ്ങളെ സ്മരിച്ചോളൂ, ദേവി സ്മരണം ചെയ്തോളൂ, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ചെയ്യും എന്ന് വളരെ വലിയൊരു മഹാത്മാവ് പറഞ്ഞിട്ടുള്ള കഥയിലെ 40 ദിവസവും കാര്യങ്ങളൊക്കെ ചെയ്തു, വ്യവസ്ഥയൊക്കെ ചെയ്തു. അതിനുള്ള തടസ്സം തീരാൻ കിടക്കുക, ദേവി ഭജനത്തിലുള്ള തടസ്സങ്ങളും തീരാൻ കിടക്കുക. അങ്ങനെയാണ് ഇതിന്റെ ശരി 41 ദിവസം ചെയ്തു. ഈ മഹാത്മാവിന് മനസ്സിലായി, എന്നെ കൊണ്ടാണോ നിങ്ങൾക്ക് പ്രശ്നം? പഠിച്ചിട്ടേ അങ്ങനെ എത്തി. ഈ ജാതി മതമൊന്നും ഇല്ലാതായി, അതിലൊക്കെ അപ്പുറത്ത് പോയി ആളും ഇത് പഴയ ഗ്രാമത്തിൽ സഹിക്കുന്നില്ല. അവരോട് പറയാനും വയ്യ, അവരുടെ വലിയ പണ്ഡിതനാണ്, ഞങ്ങളെക്കാൾ വലിയ ആളാണെന്ന് എനിക്കൊക്കെ അറിയാം, അവരോട് പറയാൻ വയ്യ. അപ്പോഴാണ് എന്താ ആപത്ത് സമയത്ത് എന്താ ചെയ്യേണ്ടത്? അമ്മയെ സ്മരിച്ചാൽ മതി, എല്ലാം ശരിയാവുന്നത്. 41 ദിവസം ഗണപതിയും പ്രൊഫസറുടെ തുടങ്ങി എല്ലാ ദിവസവും ഈ ആളും വന്നപ്പോഴാണ് ആകർഷകയും അദ്ദേഹം അദ്ദേഹം എന്നെ കൊണ്ടാണല്ലേ പ്രശ്നം നിങ്ങൾക്ക്? അമ്മ തോന്നിച്ചു, ശരി, ഞാൻ ബുദ്ധിമുട്ടില്ല, എന്നെ പ്രശ്നം ആർക്കൊന്നും വേണ്ട, ഞാൻ സ്വയം ഒഴുകി പോയിക്കോളാം, ഇന്ത്യ കണക്കി വെച്ചേക്കണ്ടേ ഇറങ്ങി പോയി. ആ കഥകളൊക്കെ കുറേ ഉണ്ടായി. മംഗലാപുരത്തിൽ പോയതും അല്ലെങ്കിൽ ആദ്യം എനിക്കൊരു കഥ കേട്ടിട്ടുണ്ടാകും. കോഴിക്കോട് പട്ടത്താനെന്ന പേരുടെ വലിയ തർക്കമാണ്, ശാസ്ത്രീയമായ തർക്കങ്ങൾ. അതൊക്കെ എന്തെങ്കിലും തർക്കമല്ല. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കുട്ടിയെ കണ്ടു, ചെറിയൊരു കുട്ടി, മറ്റാൾ ആ കേമനായിട്ട് ആൾ പറയാണ്, ആകാരോ ഹ്രസ്വ, ആകാരോ ഹ്രസ്വ. ഇതാണ് അതിൻ്റെ അർത്ഥത്തെ സംസ്കൃതത്തിൽ പഠിച്ചത് പറഞ്ഞെന്താ? കുട്ടിയാണല്ലോ, അധികം ഉയരമില്ലല്ലോ, കുട്ടിയാണ് മറുപടി കൊടുക്കേണ്ട ആള്. അയാള് ഈ എല്ലാ കൊല്ലവും രാജാവിനെ പണക്കി തങ്ങളിലേക്ക് പോവാണ്, മംഗലാപുരത്തേക്ക് പോവാ. നമ്മുടെ നാട്ടിൽ നമ്മൾ പോകുമ്പോൾ ഭയങ്കര സങ്കടമായി. 10-15 കൊല്ലം അടുപ്പിച്ച് ആൾ വന്ന് തിരിച്ചു കൊണ്ടുപോകും. ആരെയാണ് കുഴപ്പിക്കാനില്ല. ഒരു അമ്മ ഗർഭിണിയാണ്. ആ അമ്മയ്ക്ക് കഴിക്കാനുള്ള ഓരോ അരിമണിയും ഇവരെ അടുത്തുള്ളവരെല്ലാം കൂടി വന്നിരുന്ന് ബാലാമന്ത്രം ജപിക്കും. അതുപോലെ തന്നെ ഭക്ഷണം ഉണ്ടാക്കി കുട്ടി പോകും. അങ്ങനെയാണ് ഈ കുട്ടി വന്നത്. അപ്പൊ ഈ ചോദ്യം, ഈ കുട്ടി കുറച്ച് വലുതായതിനു ശേഷമുള്ള, അതുകൊണ്ട് 1 വയസ്സായിട്ടാവും. അന്നത്തെ ആ സമയത്തുള്ള തർക്കമാണ്. ഇദ്ദേഹം വന്ന് സാധാരണ പോലെ ശരീരമായി പട്ട് വസ്ത്രങ്ങളൊക്കെ പല പരിപാടികൾ ഒരുപാടില്ല ഇരുന്നു. ആദ്യം ചോദിക്കാണ് ഇയാൾ, ആകാരോ ഹ്രസ്വ. കുട്ടി ഉടനെ എഴുന്നേറ്റെന്ന് പറഞ്ഞു, നൈ അല്ല, ആകാരോ ദീർഘ. എന്ന് പറഞ്ഞാൽ ദീർഘം എന്നാണ് പറയുക. ഇത്ര വലിയ പണ്ഡിതനായിട്ട് ഇതറിയില്ലേ? അകാരോ ഹ്രസ്വ, ആര് പറഞ്ഞാൽ ഹ്രസ്വാസം മതി. ഇപ്പം താങ്കളെന്താ പറഞ്ഞ? ആകാരോ ഹ്രസ്വ.
എന്റെ രൂപം എന്നതിലുള്ള വിഷയം അർത്ഥം മാറ്റി പറയാം. അപ്പൊ പറഞ്ഞു തെറ്റി പറഞ്ഞ അതിന്റെ കുട്ടികളോട് ഞാൻ നോക്കിയിട്ടല്ലോ പറഞ്ഞ ആ എന്നുള്ളത് ഹ്രസ്വമാണ് എന്നുള്ള ഒരു അർത്ഥത്തിലാണ് പണ്ഡിതൻ പറഞ്ഞതിൽ വന്നു. അപ്പൊ കുട്ടി പറഞ്ഞു അങ്ങനെയല്ല, ആ എന്നുള്ളതാണ് ഹ്രസ്വം, ആ എന്നുള്ളതാണ് ദീർഘം. ഇങ്ങനെ എല്ലാ കാര്യത്തിലും അങ്ങനെ കുറെ പറഞ്ഞ് എന്ത് പറഞ്ഞാലും ഈ കുട്ടി അതിനെ തർക്കിച്ച് സമർത്ഥിക്കും. നിങ്ങൾ പറഞ്ഞ തെറ്റാണെന്ന് രണ്ടാം അർത്ഥത്തിൽ പറയും. അപ്പൊ ഗത്യന്തരമില്ലാതെ പോയി ഈ ബ്രഷ്ടാക്കിയ ഈ കുട്ടി വലുതായിട്ടാണ് ഈ ബ്രഷ്ടാക്കിയ പരിപാടി ബ്രഷ്ടായ പോലൊക്കെ അങ്ങനെ അനുസരിച്ച് മംഗലാപുരത്ത് എത്തിയ സമയത്ത് ഒരു ആരിന്റെ ചോട്ടിൽ രണ്ടാളും ഭയങ്കര തർക്കാണ്. രണ്ടാളും ഒരാൾ അപ്പുറത്ത് പിന്നിലിരിക്കേണ്ടതൊന്നും ശ്രദ്ധിക്കാതെ ഇരിക്കുന്നുണ്ട്. തർക്കം തീരുന്നില്ല. അടുത്ത ഒരാളുണ്ട് ആ പിന്നിലിരിക്കുന്ന ആളില്ലേ, ആളെ നമുക്ക് വേണ്ട നാട്ടുപ്രമാണിയുടെ അടുത്ത് പോവാം. അവിടെ പോയി അദ്ദേഹം പറയട്ടെ, ഞാൻ പറയുന്നതോ ശരി നീ പറഞ്ഞതോ ശരി എന്ന് അദ്ദേഹം തീരുമാനിക്കും. അതുകൊണ്ട് അങ്ങനെ പോവാൻ അവിടെ പോയി. അവിടെ പോയപ്പോ രണ്ടുപേര് തന്നിടയിൽ ഇങ്ങനെ പറഞ്ഞു തന്റെ അവിടെ തർക്കങ്ങൾ. അപ്പൊ ആ പ്രമാണി ചോദിച്ചു, നിങ്ങളിപ്പോ പറയുന്നു രണ്ടുപേരും നിങ്ങളുടെ വാദം സ്വീകരിക്കും, നമ്മൾ പറ്റിയ ഒരു പോലെ പറഞ്ഞു. ഇത് കേട്ടുകൊണ്ടിരുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ? ഒരാൾ അവിടെ ഇല്ലായിരുന്നു. മുഷിഞ്ഞ് വസ്ത്രമൊക്കെ ആയിട്ട് ആടി തന്നെ കെട്ടിടപ്പെട്ടാൽ അപ്പുറത്തിരുന്ന് അത് നമ്മൾ പറഞ്ഞ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ പറയുന്ന ഭാഷയൊക്കെ അറിയാം, ഒന്നും ഞങ്ങൾക്ക് അറിയില്ല. അയാളെ പിടിച്ച് കൊണ്ടിരാൻ പോകും. നമ്മളെ പോയിട്ട് ഈ അപ്പുറത്തുണ്ടാകുന്ന ഇതിനകത്ത് ആളെ പിടിച്ച് അവിടെ കൊണ്ടായി. എന്നിട്ട് ഇദ്ദേഹം കന്നഡയിൽ ചോദിച്ചപ്പോൾ കുട്ടി എന്താ ചെറുപ്പക്കാരൻ എന്താ പ്രശ്നമുണ്ടോ? അവരെ എന്ത് ഭാഷയെ പറഞ്ഞാൽ എനിക്കറിയില്ല. ഞാൻ ഒരു കാര്യം ചെയ്യാം, സംസ്കൃതത്തിൽ പറഞ്ഞു. സംസ്കൃതത്തിൽ ചോദിച്ചാൽ മറുപടി പറയാമെന്ന് പറയാണ് ഈ ഗാന്ധനെ പോലുള്ള ആൾ. എന്നിങ്ങനെ രണ്ടുപേരെയും ചൂണ്ടിയിട്ട് ഈ ആൾ ഈ ശബ്ദം പുറപ്പെടുവിച്ചു, അപ്പൊ മറ്റാൾ മറ്റേ ശബ്ദം പുറപ്പെടുവിച്ചു, പിന്നെ ഇയാൾ ഈ ശബ്ദം ഉണ്ടാക്കി. ശബ്ദം ഉണ്ടാക്കിയെന്ന് പറയാൻ അറിയാം, ആ ഭാഷ കന്നഡ ഭാഷ അറിയില്ലല്ലോ. ഇത് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേ ഈ കാക്കശ്ശേരിയാണോ എന്ന് മറ്റാൾ ചോദിച്ചോളൂ. കാക്കശ്ശേരി പെട്ടത് അന്ന് തന്നെ തോൽപ്പിച്ച കുട്ടിയുണ്ടല്ലോ കോഴിക്കോടുന്ന്, അതിപ്പോ ചെറുപ്പക്കാരനായിരുന്നു. ഇയാളല്ലാതെ വേറെ ആർക്കും പറയാൻ പറ്റില്ല. അറിയാത്ത ഒരു ഭാഷയില് റെക്കാർഡ് ചെയ്ത് വെച്ച പോലെ ഇങ്ങനെ ചൂണ്ടിക്കാണിക്കും. ഇയാളുണ്ടാക്കിയ ശബ്ദം മറ്റയാളുണ്ടാക്കിയ ശബ്ദം പറഞ്ഞത്. അത് എനിക്കൊക്കെ മനസ്സിലായി. ആ തർക്കം അവസാനിപ്പിച്ചു പോയി. പിന്നെ ഈ കുട്ടിയോട് പറയാൻ നിങ്ങൾ ഈ താഴെ തന്നെ വേണ്ട, സൂര്യകുട്ടപ്പനായി എന്റെ കുട്ടിയെ കല്യാണം കഴിച്ചവിടെ ഇരുന്നോളൂ, നിങ്ങൾക്ക് വേഷത്താക്കാതൊന്നുമില്ല. അവർക്ക് ആ ബ്രാഹ്മണന്റെ അറിയാത്തതുകൊണ്ട്, നിങ്ങളുടെ മഹത്വം അറിയാത്തതുകൊണ്ട് അവരങ്ങനെയൊക്കെ പറഞ്ഞല്ലോ. എനിക്ക് ഒരു പ്രശ്നമില്ല. എന്തൊക്കെയാണ് കഥ. ഇപ്പൊ എന്ത് പറയുന്നു, ഇങ്ങനെ നമ്മളെ മനസ്സിലാക്കാത്ത പലരും കാണും. അവരോട് സഹതാപം അതെവിടെയാണ് എന്നല്ലെങ്കിൽ നാളെ അന്വേഷിക്കാം. കണക്ക് വിളിച്ചാൽ അവിടെയുള്ള തീർന്നു വരും. കണക്ക് വിളിച്ചുകൊണ്ട് ഒരു തെറ്റില്ല. ആദ്യകാലത്ത് കുറേ കണക്ക് വിളിച്ച് കുറെ കഴിഞ്ഞ് കണക്ക് വിളിക്കാൻ കഴിയാത്തതാണ്. ആദ്യത്തെ ഏത് ക്ഷാമത്താണ്. മറ്റൊരു തെറ്റണമൊക്കെ ഉണ്ടാവും. കുഴപ്പമില്ല, അതൊന്നും നോക്കണം. അതുപോലത്തെ ഒരു അവസ്ഥ നമുക്ക് വരും. ഈ ചോദിക്കുന്നവരൊക്കെ പറയാം, ഇപ്പൊ ഞങ്ങള് കണക്ക് പിടിച്ച് അങ്ങനെ പിടിച്ച് കണക്കില്ലാത്ത ഇനി ജപിക്കാതിരിക്കാൻ വയ്യ, ബോധപൂർവ്വമല്ല ജപം, ശ്വാസം എടുക്കണം അറിയുന്നുണ്ടോ, ഇങ്ങനെ നമുക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതേപോലെ ചൂടേ അതൊരു പ്രത്യേകിച്ച് ഒരു ശക്തി ഒരു പ്രയോഗിക്കണ്ട, അത് സ്വഭാവമായി മാറും. ആ സമയത്താണ് ഇതിന്റെ പൂർണ്ണമായ ഫലങ്ങൾ നമുക്ക് കിട്ടാൻ പോകുന്നത്. ഇപ്പൊ ഇതിന്റെ തുടക്കത്തിൽ തന്നെ പലർക്കും പല കാര്യങ്ങളും കിട്ടി തുടങ്ങി. അതും സന്തോഷമുള്ള കാര്യം പറയാം. എല്ലാവരും രാമഹരമ ഗ്രൂപ്പിലുണ്ടല്ലോ അല്ലേ? അല്ല, പുതിയ ആൾക്കാരാണെങ്കിൽ സംസാരിക്കുന്ന രീതി വേറെ. നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിന്റെ മഹത്വം പിന്നെ എന്താണ് ജീവിച്ചാൽ ഗുണം പലരും ചോദിക്കുകയാണെങ്കിൽ എന്നോട് തിരുവനന്തപുരത്ത് എന്റെ അമ്മമാരെ വിളിച്ച് പറയാം, സാറെ ധൈര്യമായി പറഞ്ഞോളൂ, ഇതുകൊണ്ട് കിട്ടാത്തതൊന്നുമില്ല, ഞങ്ങളുടെ അനുഭവം പറയുന്നത്. അനുഭവത്തിന്റെ പറയുന്നത് ആ അമ്മമാരത് എന്നോട് പറയാൻ വേണ്ടി ഫോൺ ചെയ്യും. രാത്രി 10 മണിക്ക് 12 മണിക്കൊക്കെ ഞങ്ങൾക്ക് ഇത് പറയാതിരിക്കാൻ പറയുക. അതുപോലെ ഞങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ ഇങ്ങനൊരു വഴി തമ്മിലുള്ള സന്തോഷം പറയാൻ വേണ്ടി പറയാറുണ്ടോ. വീട്ടിൽ വളർക്കേ ഇല്ല. നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി അമ്മയും അച്ഛൻ കുട്ടികളൊക്കെ തർക്കിക്കും. ഞാൻ പറഞ്ഞതൊക്കെ ശരിയെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ആ പോരാതെ പറയും. കുറച്ച് കഴിഞ്ഞാൽ ശബ്ദം കേൾക്കും. എന്നാൽ കുറച്ച് കഴിഞ്ഞാൽ കണ്ടാൽ അങ്ങനെ ഉണ്ടാകും പറയാം. ഇങ്ങനത്തെ അവസ്ഥയിലൊക്കെ മാറിയിട്ട് പരമശാന്തിയാണ് വീട്ടില്. ആർക്കും ഒരു ആക്ഷേപങ്ങളില്ല. എല്ലാവരും അവരുടെ ജോലികൾ ചെയ്യും. എന്തെങ്കിലും രണ്ട് തമാശയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ മാറ്റം
ഞങ്ങൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല. 6-7 മാസമായിട്ട് നിശ്ചയമായിട്ട് നാമം ചെയ്തിരുന്നു. ഇത് മാത്രമാണ് ഇപ്പൊ ഈ വന്ന മാറ്റത്തിന് ഒരു കാരണം വേണമെങ്കിൽ ഉള്ളത്. അതുകൊണ്ടാണോ നിങ്ങൾക്ക് അറിയില്ല. പക്ഷെ ഞങ്ങൾ വീട്ടിൽ നല്ല ശാന്തി. അതൊരു തിരുവനന്തപുരത്ത് നിന്ന് ഒരു മാസം പോയത് പട്ടാമ്പിയുണ്ടല്ലോ, പാലക്കാട് ഭാഗത്ത്. ഇവിടെ അവിടുന്ന് അനുഗ്രഹ ചന്ദ്രൻ എന്ന് പറഞ്ഞ ആളുകളെ നമുക്ക് വിശ്വാസം വളയ്ക്കണം. മറ്റുള്ളവരുടെ വിശ്വാസം കേൾക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ശ്രദ്ധയായിട്ട് ചെയ്യാൻ പോകും. അനുഗ്രഹ ചന്ദ്രൻ ആ വീടിന്റെ പേര് എല്ലാവരും അനുഗ്രഹ ചന്ദ്രൻ എന്നാ പറയും. ചന്ദ്രനെ നമ്മുടെ ഒരു ബന്ധപ്പെട്ട ആൾ ചേർത്ത് എന്നിട്ട് ഒരു ദിവസം എന്നെ വിളിച്ച് പറഞ്ഞു, അപ്പൊ ആ ചന്ദ്രന് താങ്കളോടൊന്ന് സംസാരിക്കണം, എന്തെങ്കിലും അദ്ദേഹം എന്തൊക്കെയോ പറയാനുണ്ട്, അതിനൊരു ചെവി കൊടുക്കണം കേട്ടോ, തിരക്കാണെങ്കിൽ ഒരു സമയം കണ്ടെത്തണമല്ലോ. ഓക്കെ, ഞാൻ വിളിച്ചോളാൻ പറയും, നാളെ 9 മണിക്ക് വിളിച്ചോളാൻ പറയും. ചന്ദ്രേട്ടം ഞാനൊരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടി വിളിച്ചത് കേട്ടോ. ഞാൻ പറയൂ, എത്ര വേണമെങ്കിൽ സമയം എടുത്തോളൂ, ഞാൻ തിരക്കുള്ള ആളാണ്, എന്നാലും ചന്ദ്രേട്ട സാവധാനം പോകാൻ പറഞ്ഞു. എന്നെ എല്ലാവരും കൂടിയിട്ട് എൻ്റെ മക്കളും മരുമക്കളൊക്കെ കൂടിയിട്ട് കാശിയിലും അയോധ്യയിലും ഒക്കെ കൊണ്ടുപോയി. അപ്പൊ കൊണ്ടുപോകുന്ന മുമ്പ് തന്നെ ഞാൻ പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റില്ല, നിങ്ങളൊക്കെ പോയിട്ട് വരും, ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. എനിക്ക് മുട്ടുവേദന അല്ലാതെ ഉണ്ട്. എനിക്ക് അവിടെ കുറെ സ്റ്റെപ്പൊക്കെ കയറേണ്ടി വരില്ലേ, എന്നെ കൊണ്ട് സാധിക്കില്ല. അതുകൊണ്ട് പറയുകയാണ്, ഈ രാമനോട് കൃഷ്ണനോട് വിരോധമായിട്ടല്ല, ശിവനോട് സന്തോഷമാണ്. പക്ഷെ എന്നുകൊണ്ട് അവരികൾ പോയി വരുന്നു. ഈ കുട്ടികളെ നിർബന്ധിച്ച് പറ്റില്ല, ഞങ്ങൾ കൈ പിടിച്ച് കയറ്റാന്നൊക്കെ പറഞ്ഞ് ഈ മക്കൾ എല്ലാവരും നിർബന്ധിച്ച് അത് പോകേണ്ടി വന്നു. അവിടെ ചെന്നപ്പോൾ ഈ സ്റ്റെപ്പുകൾ കണ്ടപ്പോൾ തന്നെ അത് പേടിയാ വന്നത്. ആദ്യ സ്റ്റെപ്പൊന്നുമില്ല, നമ്മൾ കുറേ സ്റ്റെപ്പൊന്നും കയറണ്ട. പക്ഷെ എനിക്ക് ഒരു സ്റ്റെപ്പ് കയറാൻ വയ്യാത്ത ആ രീതി കണ്ടപ്പോൾ ഞാൻ ഇവിടെ തന്നെ ഇരിക്കാം, നിങ്ങൾ പോയി വരുന്നു, ഞാൻ വെറുതെ നാമം തിരിച്ചോളാം. പറ്റില്ല, ഞങ്ങൾ കൊണ്ട് എത്രത്തോളം വന്നിട്ട് ഭഗവാനെ കാണാതെ പോകാൻ പാടില്ല പറഞ്ഞിട്ട് ഒരു സൈഡ് മകം പിടിച്ചു, മറ്റേ സൈഡിൽ വരവകം പിടിച്ചു. എല്ലാവരും കൂടിയിട്ട് പൊക്കിക്കൊണ്ട് കുട്ടികളെ പൊക്കിക്കൊണ്ടാണ് പോലെ ഏത് ബൈക്ക് എത്രാമത്തെ വേദന കാണില്ല. ഇങ്ങനെ ഒരു 3-4 സ്റ്റെപ്പ്. സാറേ ഞാൻ രാമനാമം ജനിച്ചിട്ട് കയറി കുട്ടികളെ എന്നെ ധൈര്യമായി പിടിച്ചിട്ടുണ്ട്. അപ്പൊ വിളിക്കാതെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നാമം ജപിച്ച് ഒരു 5-6 സ്റ്റെപ്പാണ് കയറിയത് എനിക്ക് ഓർമ്മയുണ്ട്. കുട്ടികളോട് പറഞ്ഞു, കൈ വിട്ടോളൂ, പ്രശ്നമൊന്നുമില്ല, കൈ കാലൊക്കെ വേദനയൊക്കെ മാറിയിരിക്കുന്നു. പിന്നെ ആ യാത്രയില് പല ക്ഷേത്രങ്ങളിൽ പോയി ചുരുങ്ങി 1000 സ്റ്റെപ്പ് കയറി ഇറങ്ങിയിട്ടാവും. എനിക്ക് കാലിന്റെ വേദന അവിടെ പോയി എനിക്കറിഞ്ഞതാ. ഞാൻ ഇത്ര ചെയ്തു, നാമം ജപിച്ചുകൊണ്ടിരുന്നു. ഇത് മാത്രമാണ് ചെയ്ത മാറ്റം. അവിടെ രാമനെ തൊഴുതോടാണോ കിട്ടിയത്, ശിവനെ തൊഴുതോടെ, അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാനിപ്പോ ആ ഭഗവാനോടുള്ള കൃതജ്ഞത കാണിക്കാൻ വേണ്ടി എല്ലാ ദിവസവും രാവിലെ 4:30 മണിക്ക് നാമം തുടങ്ങിയാൽ 5:30 മണി വരെ. അപ്പൊ അദ്ദേഹത്തിന് വേറെ പല കാര്യങ്ങളുണ്ട്. അതേ സമയം നിഷ്ഠയായിട്ട് രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് നാമം ആ ഒരു മണിക്കൂർ നാമം. വിശ്വാസം വരുമ്പോഴേ ഇനി ആരോടൊന്നും അധികം പറയേണ്ടി വരില്ല. ഈ ആദ്യം മറ്റുള്ളവരുടെ വിശ്വാസം കേട്ടിട്ട് അതിലൂടെ നമുക്ക് കുറച്ച് വിശ്വാസം വരും. ഈ കഥകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കുറച്ച് വിശ്വാസം നമ്മളെ തൊടുമ്പോഴേ ശരിയായിട്ട് അതിനെ എത്തുള്ളൂ. ഇതിപ്പോ ഗുരുവായൂരിലേക്കുള്ള വഴി കൊണ്ട് ആ തോടിങ്ങനെ വായിച്ചിരുന്നതിന്റെ കാര്യം. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപിണി. ആദ്യം മഹത്തായ ഇച്ഛ വേണം. നമുക്ക് എന്തെങ്കിലും ചെയ്യണം, മരിച്ചു പോകുന്നതിന് മുമ്പേ നമുക്ക് ആ പരമാനന്ദം അനുഭവിക്കണം. നാടിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കണം എന്നുള്ള ആ ഒറ്റ തീരുമാനം നമ്മുടെ മനസ്സിനോട് പറഞ്ഞ് ഉറപ്പിക്കാം. നീ ഉണ്ണാനും ഉറങ്ങാനും വന്നതല്ല, അതൊക്കെ പശു പട്ടി മനുഷ്യനും ഒക്കെ നിർത്തുന്നത്. അതിനൊക്കെ ഉപരി ഈ ശിരസ് മൂല വെച്ചതിന്റെ കാര്യം തന്നെ നിങ്ങൾക്ക് വയറല്ല പ്രധാനം, എവിടെയാണ് പ്രധാനം. ഒരു നേരം ഭക്ഷണം കിട്ടിയെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ സാധനം ഇടാൻ പാടില്ല. ആ സാധനം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും പല അനുഭവങ്ങളുണ്ടാവും. അന്ന് പറഞ്ഞില്ലേ, ഒരു ആള് വിശ്വാസമില്ലാത്ത ഒരാൾ നാമം ജപിക്കാൻ തുടങ്ങി പറഞ്ഞോ കേട്ടോ. ചിലപ്പോൾ ഈ പറഞ്ഞ തന്നെ പറയും, പല സ്ഥലത്തും പറയുമ്പോഴേ. കണ്ണൂരിലെ ഒരമ്മ ഒരു ബോംബെയിൽ വന്നു, എന്തോ ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വന്നു. വന്നപ്പോൾ നമ്മുടെ ആരോ പറഞ്ഞിങ്ങനെ, ചേച്ചി ഇങ്ങനെ ഒരു നാമത്തിന്റെ പരിപാടി ഉണ്ട്, ചേച്ചി കൂടുമ്പോൾ നല്ല കാര്യമാണെന്ന് പറഞ്ഞാൽ അനിയത്തി പറഞ്ഞു ബോംബെയിൽ. ചെയ്യാം, നോക്കാം. അനിയത്തി എന്തേ പറഞ്ഞ അവർ തുടങ്ങി. ബോംബെയിൽ വീട്ടിലേക്ക് കണ്ണൂർ കഴിയും. വീട്ടിലേക്ക് നാമജപം നിർത്തിയില്ല, നമ്മൾ നല്ല നിഷ്ഠയായിട്ട് നാമം പറഞ്ഞിട്ടുണ്ട്. ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ മകളുടെ മകൻ കോഴിക്കോട്ടുണ്ട്. ഇടയ്ക്ക് ഇങ്ങനെ മുത്തശ്ശി കാണാൻ പറ്റും. അമ്മമ്മ മുത്തശ്ശി നിങ്ങളെന്താ പറയുക, മുത്തശ്ശി കാണാൻ വേണ്ടി വരും. അവിടെ വന്നപ്പോൾ അമ്മയെ എനിക്ക് ഭയങ്കര പേടിയാണ്, ലൈറ്റിൽ എടുക്കണം. അച്ഛനും അമ്മയും പറയും ലൈറ്റിൽ എടുത്താൽ, എനിക്കാണെന്ന് ലൈറ്റ് വേണം. കാരണം ലൈറ്റ് ഇങ്ങനെ കണ്ടുമുട്ട് ഓടണം. അവർ ലൈറ്റിൽ നിർത്താൻ എന്താ ചെയ്യാം അമ്മയെന്ന് പറഞ്ഞു. ഈ നാമം ജപിച്ചോ പേടിയൊക്കെ പോയിക്കോളും.
എല്ലാ വിഷ്ണു പ്രസാദത്തിന്റെ അവസരത്തിലുണ്ട് ദേവിയൊക്കെ പോകും നാമം വിളിച്ചാൽ പറയും. കുട്ടി അങ്ങനെ വിശ്വസിച്ച് കുട്ടി നാമം ജപം തുടങ്ങി. പിന്നെ ലൈറ്റ് ഓണായാലും പിന്നെ അതിനെ ഓഫായിട്ട് കുട്ടിക്ക് പേടിയില്ല. 15-20 ദിവസം കഴിഞ്ഞ് അമ്മയെ കാണും, മുത്തശ്ശിയെ കാണാൻ വേണ്ടി വന്നു. അപ്പൊ പറഞ്ഞു ഇനിയിപ്പോ ഒരു പേടിയില്ല കേട്ടോന്നു. നീ എന്താ ചെയ്ത് നാമം ജപിച്ചു. ആ ശരി, നാമം നിർത്തക്കാട്ടോ എന്നും ജപിച്ചോളൂ നല്ല സ്നേഹത്തിൽ പറഞ്ഞു കൊടുത്തു. നല്ല സന്തോഷമായി. ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ നല്ല കാലം മുഴുവനും അങ്ങനെ ആകാശം ഇടിച്ച് നടന്നിരുന്ന ഒരാളാണ്. വിഗ്രഹം എന്നത് അമ്പലം എന്നത് മതിലല്ലേ, ചുമരല്ലേ, വിഗ്രഹം എന്നത് കല്ലല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെറുപ്പക്കാരൊക്കെ വഴിതെറ്റിച്ചുകൊണ്ട് നടന്നിരുന്ന ഒരാൾ വയസ്സായി. ആ വിപ്ലവ ആവേശമൊന്നും ഇല്ല. കുട്ടി ഭാര്യ ജപിക്കുന്നുണ്ട്, പേരക്കുട്ടിയൊക്കെ ജപിക്കാൻ തുടങ്ങി. അതിന് നല്ല അനുഭവം പറയുന്നു. ഞാനല്ല മനസ്സൊന്ന് ഒരു ചെറിയ ചേച്ചി എപ്പോഴാണ് ഈ മാറ്റം വരാൻ ആർക്കും പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ അനുഭവം ഉണ്ടെങ്കിലേ മാറുള്ളൂ, അല്ലാത്ത നമുക്ക് മാറാൻ ചേച്ചാലും മാറാൻ പറ്റില്ല. എന്തായാലും ഇയാൾ തുടങ്ങി നാമം, ഗംഭീര നാമം. എന്നിട്ട് പറയണേ, നീ ജപിക്കുന്നതിനേക്കാൾ എന്താ എന്നെ കളിയാക്കാനോ? ആദ്യത്തെ സ്വന്തം കിട്ടിയില്ല കേട്ടോ. രണ്ടാമത്തെ ദിവസം ചെയ്യുന്നുണ്ടോ വളരെ ജപിക്കുന്നുണ്ട്. അപ്പോൾ ചോദിച്ചു, എന്നെ കളിയാക്കാണോ സാറേ? കാര്യം ഞാൻ ചോദിക്കാൻ പേടിയാ. എഴുതി ചോദിച്ചാലും മൂക്കട്ടാൽ ശുദ്ധി എപ്പോഴും എന്താ ഉണ്ടാവുക, ചിലപ്പോൾ അടിയും കിട്ടും. അങ്ങനത്തെ ഒക്കെ ടൈപ്പ് ആളാണ്. ഞാൻ ആരെയും കളിയാക്കുമെന്നല്ല. ഭഗവാൻ പറഞ്ഞു എന്നോട് വന്ന് നാമം ജപിക്കാൻ. നമ്മളോടൊക്കെ പറയാറുണ്ടോ? നമ്മൾ അത്രയും ഭഗവാൻ നമ്മളോട് നാമം ജപിക്കുന്ന ആയിക്കോട്ടെ, നല്ല കാര്യം തന്നെ. അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്, ഭഗവാൻ എന്നോട് നാമം ജപിക്കാമോ? വായിക്ക് വേണ്ടി സന്തോഷമായി. ദിവസം നീ 1000 ജപിച്ചാൽ ഞാൻ 2000 ജപിക്കും, നീ മെല്ലെ ജപിച്ചാൽ ഞാൻ ഉറക്കണ്ടി. ഒക്കെ തന്നെ ആ പഴയ ചെറുപ്പക്കാലത്ത് അത് പോയിട്ടില്ല. പക്ഷെ എന്നാലും അത് ഭഗവാനിലേക്ക് ചെല്ലും. ഇപ്പോ നല്ല ജവാൻ 2 പേരും പേരക്കുട്ടിയും ജപിക്കാൻ. ഇത് 1000 എഴുതി ജപിച്ച നാമാണല്ലോ പറഞ്ഞു. പക്ഷെ താഴെ 100-100 ഉണ്ടാവും. വിശ്വാസം ഉണ്ടെങ്കിൽ പല പല അത്ഭുതങ്ങളും ഉണ്ടാവും. വിശ്വാസം ഇല്ലാത്തതൊന്നുമില്ല. വിശ്വാസമുള്ളവന് അവിശ്വാസമുണ്ട് നമ്മൾ പറയുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒരു പിടിവള്ളി വരണ്ടേ? ഈ ലോകം തന്നെ ഒരു വിശ്വാസമാണ്. ഇതൊന്നും ഇല്ലാന്നാ പറഞ്ഞ മഹാത്മാക്കൾ. ഇത് നമ്മൾക്കൊരു തോന്നലാണെന്നാ പറഞ്ഞ. ഇതൊക്കെ നമുക്കിത് പറഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ വിഷമമാണ്. എത്രയോ കാലമായി തെറ്റായ ധാരണകൾ ഉള്ളിൽ കയറിയിട്ട് അത് ഇല്ലാന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ആയിരുന്നു. സംഘാചാരത്തിൽ ഈ അദ്വൈതവാദമാണോ ഒരു ചൈതന്യം മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് പറയണം. ശാസ്ത്രജ്ഞന്മാർക്ക് പറയാം അതെന്റെ അനുഭവമാണ്. അപ്പോൾ ഈ ഇങ്ങനെ സദസ്സിൽ ഇങ്ങനെ പറയുകയാണ് ഇതൊന്നും ഇല്ലാന്നൊക്കെ പറഞ്ഞു പറയുമ്പോൾ ഞങ്ങൾക്ക് എങ്ങനെയാണ് അത് മനസ്സിലാകാറുള്ളത്? ഞാൻ കാണിച്ചു തരാം. എന്റെ യോഗദണ്ഡൻ ഈ മധുര 1000-കാൽ മണ്ഡപം ഇങ്ങനെ ഇടയിലിടയിൽ ഇങ്ങനെ മണ്ഡപം 1000-കാൽ മണ്ഡപത്തിലാണ് ആ നൃത്തം എടുത്തിരുന്നത്. ഇതേപോലെ എതിരാ നീളം കൂടിയുള്ള ദണ്ഡയിലെ ഇങ്ങനെ എവിടെയും തട്ടിയില്ല. ഒരു കൂടിന്റെ മുകളിൽ തട്ടാതെ മുഴുവൻ പൂർത്തി അവിടെ പൂർത്തീകരിച്ചിട്ടുള്ളത്. അവർക്ക് പറ്റിയ ജനത്തിൽ നമുക്ക് ഉണ്ടായെന്നുള്ള വിശ്വാസം ഉറച്ച പോലെ ജനത്തിന് ഇത് ശൂന്യമാണ്, ഇവിടെ ഒന്നും ഇല്ല എന്നുള്ള വിശ്വാസം അദ്ദേഹത്തിനുണ്ട്. ആകെയുള്ളത് ഈശ്വരൻ മാത്രം. ഈശാവാസ്യം ഈശ്വരൻ മാത്രമേ ഇവിടെ ഉള്ളൂ. മറ്റെല്ലാം നമ്മളുടെ ഒരു ഇമാജിൻ, നമ്മുടെ തോന്നലാണ്. എത്രയോ ജന്മങ്ങളായിട്ട് അനുഭവിച്ച് നമുക്കത് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പറയുന്നത്. നമ്മൾ സുഖം തേടി നടക്കുകയാണ്. കുട്ടിക്കാലം മുതൽ എങ്ങനെ സുഖം കിട്ടും? കുട്ടിക്കാലത്ത് കളിപ്പാട്ടങ്ങൾ തേടി കിട്ടിയ സന്തോഷമായി സുഖം കിട്ടും. പക്ഷേ അതുപോലാണ് ഇതെങ്ങനെ ചെറുപ്പക്കാരനായി അല്ലെങ്കിൽ ചെറുപ്പക്കാരിയായി കൂട്ടിനൊരു ഗുണ വേണം, ആനൊരു പെണ്ണ് വേണം, പെണ്ണിനാണ് വേണം. കുറെ കാലം അങ്ങനെ നടക്കും. കുട്ടികളുണ്ടായ സുഖമായി വിചാരിച്ചു. അങ്ങനെ കുറച്ച് കാലം ഒരേ കഴിയുമ്പോൾ ഇപ്പൊ എല്ലാവരും ഇങ്ങനെ ബഹുമാനിച്ചാൽ ജയ ചെയ്യാന്ന് പറയാൻ കുറെ ആളുണ്ടെങ്കിൽ അതൊരു സന്തോഷമാണ്. പൈസ ഇഷ്ടം പോലെയുണ്ട് എന്നാ സന്തോഷമാണ്. അങ്ങനെ പക്ഷേ തോന്നുന്നല്ല സന്തോഷം. സന്തോഷം വേറെ എന്തോ ആണ്. അതിനെക്കുറിച്ച് ആ സന്തോഷത്തെ അന്വേഷിക്കായിരുന്നു ഞാൻ. കുട്ടിക്കാലം വെച്ച് എൻ്റെ അന്വേഷണം എവിടെ എത്തിയിട്ടില്ല. ഇനി എന്താ മാർഗം? അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് ആരും നാമത്തിരിക്കാൻ പറഞ്ഞത്. രമയതി രാമം, സന്തോഷിപ്പിക്കുന്നവൻ രാമൻ, ദർശയതി കൃഷ്ണൻ, ആകർഷിക്കുന്നവൻ കൃഷ്ണൻ. ആ രാമനെയും കൃഷ്ണനും കൂടിയിട്ടാണ് 13 കോടി എത്തിച്ചത്. 2 കൊല്ലം 2 കൊല്ലം അത്ര ഉള്ളൂ. ഈ 2.25 കൊല്ലം കൊണ്ട് 1 കോടി എത്താൻ എത്ര വിഷമിച്ചിട്ടുണ്ടോ? കൂടെ ഇതോരൊക്കെ ചോദിക്കാൻ പിന്നെ എനിക്ക് സാധിക്കുമോ? 32 കോടി എനിക്ക് കാണാൻ പറ്റുമോ? എനിക്ക് 20 വയസ്സ് 70 സാധിക്കുമ്പോൾ
കുറച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സ്പീഡ് കൂടും. ഈ ഒരു കൊല്ലം എത്താൻ, 1 കോടി എത്താൻ 1 കൊല്ലം എടുത്തെങ്കിൽ ഇതല്ല, അങ്ങനെ കാലങ്ങൾ നീണ്ടു മുതലും ഇപ്പോൾ 1 മാസത്തിൽ 1 കോടി എന്നുള്ളത് ലക്ഷ്യമുണ്ടേ. ലക്ഷ്യമില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോയില്ല. ഈ ആദ്യ ദിവസം 32 കോടി വേണം, ആയിക്കോട്ടെ ശരി, 32 ഞങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നായിട്ടില്ല. ഇപ്പൊ അവർക്ക് വിശ്വാസം സാധിക്കും. ഇത് നോക്കൂ, ഇനി ബാക്കിയുള്ള മാസങ്ങളിൽ ഒരു മാസത്തിൽ 1 കോടി എന്നുള്ള സ്പീഡിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ ഗ്രൂപ്പിനെ കുറിച്ച് അറിയൂ. മലയാളിക്ക് മാത്രമല്ല 3-4 ഗ്രൂപ്പ്, 300 പേരൊക്കെ ഇങ്ങനെ പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കും, അല്ലെങ്കിൽ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റും. ഉണ്ടല്ലോ അല്ലേ? നമുക്ക് കേട്ടോ, നമുക്ക് യാത്രകൾ വന്നാൽ മനസ്സിലാവും. അങ്ങനെ ആദ്യം 4 ആഴ്ച കൊണ്ട് 1 കോടി എന്നായി, ഇപ്പൊ ഏകദേശം 3 ആഴ്ച കൊണ്ട് 1 കോടി എന്നായി. ലക്ഷ്യബോധമുള്ളതുകൊണ്ട് അപ്പോൾ കുറേയധികം ആൾക്കാരുണ്ടല്ലോ. അവർക്ക് അതൊന്നല്ല രാമന്യ മിഷൻ മഹത്വം, അതൊക്കെ അവർക്ക് സെക്കൻഡാണ്. 32 കോടി എത്തിക്കണം, അതാണ് വാശി അവിടെയാണ്. 32 കോടി അത് എത്തിക്കാം. ഈ നാമം സംഗീതത്തെ അതാണ് എങ്ങനെയെങ്കിലും ബുദ്ധിമുട്ടി 32 കോടി എത്തിക്കുക. അപ്പൊ ഞാനത് പറയട്ടെ, അങ്ങനെ ഒറ്റ നാമം ചോദിച്ചാലും മതി, ധാരാളം മനസ്സോട് കൂടി ചോദിച്ചാൽ മതി. പക്ഷെ വീട് വന്നത് തൽക്കാലം ശരിയാവില്ല. അപ്പോൾ ചില അഗ്നിമാരെ എന്നോട് ചോദിക്കും, ഇവന് അതൊക്കെ ശരിക്കും കണക്ക് പിടിച്ചാണോ ജനിക്കുന്നത്? ഇത് തോന്നുന്നപ്പോൾ തെറ്റി ജനിക്കാവോ? രാമരാമനാണെന്ന് മാത്രമേ ജനിക്കണ്ട, എന്നിട്ട് വലിയ സംഖ്യത്തേക്കാണ്. അതൊന്നും പ്രശ്നമില്ല. അതെന്തല്ലോ രാമരാമൻ ജനിക്കുന്നുണ്ട്, അത്രയും മതി. ഇനി അതിനോട് കൂടുതൽ പ്ലാൻ കഴിക്കാൻ പോകണ്ട. നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, 32 കോടി നിർത്താനാണ്. ഒരു 1-2 കോടി കൂടുതലായിട്ട് ജനിക്കാം, എവിടെയെങ്കിലും കുറവൊന്നോ കണ്ടായിട്ട് ഇഷ്ടം. അപ്പൊ സംഖ്യക്കൊന്നും ഒരു പ്രാധാന്യമില്ല. സംഖ്യ ഇതിനു വേണ്ടി മാത്രം നമുക്ക് മുന്നോട്ട് പോകാൻ അത് സഹായിക്കുന്നത് കൊണ്ട് ആണ് സംഖ്യ വെച്ചത്. നമ്മൾ 1, 2 ഇങ്ങനെ ഒരു 1, 2, 1, 2, 3, 4, 5, 6, 7, 8, 9, 10. വലത്തെ കയ്യില് 5 വലിയ മക്കൾ 5ആയി, 5 വലിയ നിർത്തും 10. ഇവിടെ ഇത് 10. വീണ്ടും ഒരു പ്രാവശ്യം മാറ്റി നമ്മൾ 20, 30, 40, 50, 60, 70, 80, 99. എത്ര എളുപ്പമല്ലേ? അതിനൊരു എക്സസൈസുമായി നമ്പർ ഇങ്ങനത്തെ പേരെ ഇത് വളരെ പെട്ടെന്ന് മനസ്സിലാവും. പക്ഷെ ഈ ഒന്നും ചെയ്യുന്നത് എന്താ ബന്ധം? ഒരു ബന്ധമില്ല. നമ്മൾ കുട്ടികൾ പഠിപ്പിക്കുന്ന ഒരു മഞ്ചാടിക്കുടി എഴുതി വെച്ചു, അല്ലെങ്കിൽ ഒരു കല്ലിൽ വെച്ചു 1 എന്ന് പറഞ്ഞു. അല്ലെ, ആ കൊണ്ടത്തന്നെ 1 തിരിച്ചറിയാൻ വേണ്ടി ഒരു സൂത്രം വെച്ചു. അല്ലെങ്കിൽ എഴുതി കുറച്ചുകൂടി കഴിയുമ്പോൾ 1 ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ ONE 1. ഇതും 1 തമ്മിൽ ഒരു ബന്ധമില്ല. 1 ഒരു സങ്കല്പം മാത്രം, ഒന്നില്ലേ ഇല്ല. ഇപ്പൊ അത് പറയും കുറച്ച് മനസ്സിലാവും. ഒന്നൊന്നും ഇല്ല, 1, 2, 3 ഒന്നുമില്ല. ഇതൊക്കെ നമ്മുടെ സങ്കല്പം. ഇനി എന്തിനാ? കാര്യങ്ങൾ നടന്നേക്കൊക്കെ സഹായിക്കും. ഇതിന് വേറെ ഒന്നും കേട്ടോ, 180 ഡിഗ്രി ഭൂമിക്ക് ഒരു അക്ഷുതങ്ങളുണ്ട്, 180 ഡിഗ്രി അക്ഷാംശം രേഖാംശം അധികം രേഖ ഉണ്ടെന്നൊക്കെ ഞാൻ പറയാം. കണക്കിലെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് സങ്കല്പങ്ങൾ. ഇതേപോലെ ഈ ഈശ്വരനൊരു സങ്കല്പമാണെന്ന് വാദിക്കുന്നവരാണ്, വാദിച്ചോട്ടെ, ഒരു കുഴപ്പമില്ല. എന്നാൽ അതുകൊണ്ട് നമുക്ക് പോകും. നീ ഇല്ല പറഞ്ഞാൽ പിന്നെ ഈശ്വരൻ്റെ ഇറങ്ങിണ്ടാക്കുക. നീ തന്നെ ഇല്ല, ഞാനും ഇല്ല, നീയും ഇല്ല, ഒന്നുമില്ല. ഇവിടെ എന്താ ഉള്ളത് ചോദിച്ചാൽ പറയാൻ വാക്കുമില്ല. രാമകൃഷ്ണർക്ക് പറയാം, ആ അവസ്ഥ എനിക്ക് നിങ്ങൾക്കൊക്കെ ഒന്ന് പറഞ്ഞു തരുന്ന വലിയ മോഹമുണ്ട്, സാധിക്കത്തില്ല. ഞാൻ ആ അവസ്ഥയിലേക്ക് പോകുമ്പോൾ ഈ ലോകമേ ഇല്ല, എൻ്റെ ശിഷ്യന്മാരും ഇല്ല, ഒന്നുമില്ല. അവിടുന്ന് കുറെ കഴിച്ച് തിരിച്ചിട്ട് വരുമ്പോൾ അപ്പൊ അത് മറന്നുകൊണ്ടു അവിടെ അനുഭവിച്ച ആ സുഖമുണ്ടല്ലോ, എനിക്കത് പറയാൻ പാടില്ല. പഞ്ചസാരയുടെ മധുരം എങ്ങനെ പറയാം? ഒരു കാലത്ത് പഞ്ചസാര കഴിച്ച ആൾക്ക് പഞ്ചസാരയുടെ മധുരം പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അത് ശരി പറയേണ്ടതൊന്നും ആവശ്യമില്ല, മുന്നോട്ട് വായിട്ടോ എനിക്ക് പറയേണ്ട ആവശ്യമില്ല. എല്ലാ സംസ്ഥാനം പഞ്ചസാരയെ കുറിച്ച് പ്രസംഗമൊന്നും അല്ലേ? പഞ്ചസാര ഇതാണ് പഞ്ചസാര മധുരതാണ് എന്തിനു പറഞ്ഞത് കിട്ടിക്കഴിഞ്ഞു, അതിനെ മനസ്സിലാക്കി. ഇതേപോലെ ഈശ്വരാനുഭൂതി നേടിയെടുക്കുക എന്ന് നമ്മുടെ ജീവിത ലക്ഷ്യമാണ്. അതിന് വേണ്ടി തന്നെയാണ് ഈ ജീവിതം കിട്ടിയിട്ടുള്ളത്. അല്ലാതെ ജീവിക്കാനൊന്നല്ല. എന്നാലും അതിനൊക്കെ മുന്നോട്ട് ചെയ്യാമായിരുന്നല്ലോ. അതിനേക്കാൾ നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉദ്ദേശം ജീവിത ലക്ഷ്യം അതല്ല എന്നാണ്. നമ്മൾ ബോധപൂർവം നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് ഉറപ്പിക്കാം. ആ ഉറപ്പിച്ച് ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ആ പോകുന്ന വഴി അതിനെക്കുറിച്ചുള്ള അറിവ് മുമ്പിൽ പോയ ശബരിമല തന്നെ പറയാം. ശബരിമലയ്ക്ക് പോകണമെന്ന് തീരുമാനിച്ചു. ഒരു ഉത്സവം ഏതാ നല്ല ഉത്സവം. അപ്പോൾ 10 മിനിറ്റ് വെള്ളം പോയാൽ ഉത്സവമാണ്, നല്ല മനുഷ്യനാണ്. ശബരിമലയ്ക്ക് പോവാത്തപ്പോൾ പൊളിയും ജപവും തപമൊക്കെ ആയിട്ട് നല്ല മനുഷ്യനാണ്. അദ്ദേഹത്തിനെ വിളിച്ചു, ആ ഉത്സവയുടെ കൂടെ പോയിക്കോളൂ. കിട്ടി. എവിടെ നിന്ന് പോകാനുള്ള വഴിയൊക്കെ അദ്ദേഹത്തിന് നല്ലോണം അറിയാം.
10 15 പോലെ കാട്ടിനെ കൊണ്ടുവന്നാവും. അപ്പോൾ ഒരു ഗുരുനാഥനെ ഡയറക്ടർ ആ വഴിയിൽ മുമ്പേ പോയി പരിചയം ആളെന്ന് വെച്ചാൽ ഗുരു കിട്ടിയോ. അദ്ദേഹം പറഞ്ഞ പോലെ ജീവിക്കണം, അദ്ദേഹം നേരത്തെ കുളിക്കണം, മുമ്പ് തൊഴിക്കണം, നാലെണ്ണത്തിനെ പറഞ്ഞ അദ്ദേഹത്തെ ആ ചിട്ടകളൊക്കെ പറഞ്ഞു കൊടുത്തു. അതുപോലെയൊക്കെ ചെയ്യുന്നു. അവസാനം കേട്ടതെന്ന് വെച്ചാൽ സ്വാമി ഈശ്വരമായി പോകുന്ന അദ്ദേഹത്തോട് അവിടെ നിന്ന് അങ്ങനെ പോയി. അവിടെ എപ്പോഴത്തേക്കോ സ്വാമി ചോദിക്കാണ്, എന്തിനാ ഭക്ത ഇത്ര ബുദ്ധിമുട്ടി ഇവിടെ വന്നത്? ഞാൻ എൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്നുണ്ടല്ലോ. അത് തോമസേ, അത് നീയാകുന്നു. നീ അന്വേഷിച്ച് വന്ന് ശാന്തി സമാധാനം കിട്ടുന്ന ഈശ്വരനൊക്കെ ഉണ്ട്. അതാ ഇവിടെ തന്നെ ഇരിക്കും. അത് അങ്ങോട്ട് പുറത്തേക്ക് കാണുള്ളൂ, ഇങ്ങോട്ട് കാണാൻ പറ്റില്ലല്ലോ. ഇങ്ങോട്ട് കാണാൻ മഹാത്മാക്കൾ പറഞ്ഞ വാചകങ്ങളാണ് അതിന് കാരണം. അതിലൂടെയാണ് ഇവിടെ ഇരിക്കുന്ന ഭഗവാനെ കാണണമെങ്കിൽ ആ ചന്ദ്രനെ കാണാനൊക്കെ ഉപദേശത്തൊക്കെ പറയുന്നതാണ്. ആ രണ്ട് മരമില്ലേ, ആ മരത്തിന്റെ ഇടയിലൂടെ നോക്കും, ചന്ദ്രനെ കാണാം. ഈ രണ്ട് മരവും ചന്ദ്രനും കൂടി ചന്ദ്രനെ എവിടെയോ ഇരിക്കണം. ഈ പക്ഷെ ആ രണ്ടും ആ പുള്ളിയുടെയും ആ പുള്ളി ഇടയിൽ കൂടെ നോക്കാൻ പറ്റും. അപ്പൊ ചന്ദ്രനെ കാണും. എവിടെയെങ്കിലും നോക്കിയാൽ ചന്ദ്രനെ കാണും. അവിടെ ഈ മഴക്കാലത്തില്ലാത്ത സ്ഥലം. ഇതേപോലെ സൂചനകൾ തരാം. ഈ വഴിക്ക് പോയാൽ നിങ്ങൾ പറയാം. മഹാത്മാക്കൾ വീണ്ടും 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 നമ്മളോട് പറയാണ്, ഇതൊന്നും ശ്രദ്ധിക്കാതെ കാലമായി നമ്മളിങ്ങനെ പശുവായി കൃഷിയായി ഇതൊക്കെ ഓർമ്മയില്ല. ഇന്നലെ ഇവിടെ വരുന്നതിന് മുമ്പത്തെ വർഷം ചിലപ്പോൾ 50 വയസ്സായാവും. 51 കൊല്ലം മുമ്പേ എവിടെയായിരുന്നു? ഒരു പിടിയില്ല. ഉണ്ടായിരുന്നോ നമ്മൾ എവിടെയോ ഉണ്ട്, അറിയുന്നു എവിടെ ജീവിച്ചിരുന്നു. നമുക്ക് ഒരു മൃഗങ്ങളായിട്ടോ കൊതുവായിട്ടോ ആനയായിട്ടോ എന്തൊക്കെ ഒക്കെ ആയിട്ട് ജീവിച്ചിട്ടുണ്ടായിരിക്കാം മാത്രമേ. പക്ഷെ അല്പം പോലും അതിനെക്കുറിച്ച് ഓർമ്മയില്ല. ഇത്തിരി ഓർമ്മയുണ്ടെങ്കിൽ ഇനി അതുപോലെ ആവാതിരിക്കാൻ ശ്രദ്ധിക്കാമല്ലോ. ആ ഭാഗവതത്തിൽ പറയുന്നത് ഇന്നലത്തെ ഓർമ്മയുണ്ടാകും, അതിനെ കുറിച്ചൊക്കെ പറയുന്നത്. ഓർമ്മ വന്നപ്പോൾ ഇനി അതുപോലെ ആരോടും മിണ്ടാതെ നിൽക്കുന്നു. ഈ അറ്റാച്ച്മെന്റ് ആണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അദ്ദേഹം മനസ്സിലായി. കഴിഞ്ഞ ജന്മത്തിൽ വന്ന അബദ്ധങ്ങളൊക്കെ അദ്ദേഹം ഓർമ്മയിലുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചു. ആ മാനിന്റെ ജന്മം കിട്ടിയിട്ട് അങ്ങനെ മഹർഷിമാരെ അവിടെ കുറയുന്ന ആശ്രമങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്ന അങ്ങനെ അവസാനം പുഴയിലേക്ക് എടുത്ത് ചാടിയ ശരീരം പുരുഷൻ. പിന്നെ മനുഷ്യനും ചിലപ്പോൾ നമ്മളിങ്ങനെ വഴി മാറിപ്പോകും. എന്തിനാ അതൊക്കെ ആവശ്യമില്ല. ഇങ്ങനെ കഴിഞ്ഞ ജന്മത്തെ കൊണ്ട് പോകുന്ന അറിയില്ല. ഇനി വരാൻ പോലും അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞാൽ എല്ലാവരും പോവുമല്ലോ. ഒരുപാട് അത്ര നമ്മളെല്ലാവരുടെയും യാത്ര പറഞ്ഞ് പോകും. ഓക്കെ എവിടെയൊക്കെ പണം അതും അറിയില്ല. വിളക്കൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആ വെളിച്ചം എവിടെ പോയി? ഇതൊക്കെ നമ്മുടെ കണ്ണിന്റെ മുമ്പിലുള്ളതാണ്, നമുക്ക് അറിയില്ല. കണ്ണിന്റെ മുമ്പിൽ എപ്പോഴും ഉള്ള കാര്യങ്ങളാണ്. എവിടേക്ക് പോകണം അറിയില്ല, എവിടുന്നേ വന്ന അതും അറിയില്ല. പക്ഷേ ഇവിടെ വന്നത് പോയതുമല്ല, ഇവിടെ ഉള്ളത് കല്ല്, രണ്ട് കല്ല് കൂട്ടിയെടുക്കുമ്പോൾ അതിനൊരു അഗ്നി പാടുന്നു അല്ലേ? ഇന്നത്തെ ആ കല്ലിന്റെ ആദ്യം നോക്കിയാൽ കാണാത്തുണ്ടാ? അത് കാണില്ല. പാലിന്റെ ഉള്ളിൽ നെയ്യുണ്ട്, കാണുന്നില്ല. അതിന്റെ ഒരു വഴിയില്ല കണ്ടുപിടിക്കാൻ. ആ നെയ്യിനെ കണ്ടുപിടിക്കാനൊരു വഴി, ആ പറഞ്ഞ പോലെ വഴി നമ്മുടെ പാരമ്പര്യമായിട്ട് ഇങ്ങനെ 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 ചെയ്യും. അപ്പോൾ നെയ്യുക, അപ്പോൾ പെട്ടെവെള്ളം കാണും, എണ്ണ ഒഴുകി നെയ്യാം. അല്ല എത്ര നോക്കിയാലും ഏത് കണ്ണ വെച്ച് നോക്കിയാലും പാലിന്റെ നെയ്യിനെ കാണില്ല. അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്തിനാ ഇതൊക്കെ പറയുന്നെങ്കിൽ നമ്മുടെ വിശ്വാസം നോക്കാം. ഉണ്ട്, ഇതുവരേക്ക് നമുക്ക് കാണാൻ പറ്റാത്ത, കണ്ടിട്ടില്ല, ഒരു വിശ്വാസം മാത്രം. എന്തോ ഒന്ന് നമുക്ക് പിടികിട്ടാത്ത എന്തോ ഒന്ന് വഴിയില്ല. ആ ഒന്നിനെ മനസ്സിലാക്കുക. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ സംശയങ്ങളും തീർന്നു ശാന്തി മാത്രമുള്ളൊരവസ്ഥയിലേക്ക് നമുക്ക് വരാൻ സാധിക്കും എന്ന് മഹാത്മാക്കൾ ആണയിട്ട് പറയുന്നു. അതിനൊരു മാർഗം വേണം. വലിയ വലിയ വേദാന്ത പ്രസംഗങ്ങളോട് മാത്രമാകില്ല. 5 നേരം നിസ്കരിക്കുന്നവരോട് ഒരു പരിപാടിയുണ്ട്. പ്രസംഗത്തിന് മാത്രമല്ല പരിപാടി, ഒരു പറയലും കേൾക്കൽ മാത്രമല്ല അവരുടെ പരിപാടി, ചെയ്യാനുണ്ട്. രാവിലെ നിസ്കാരം 2-3 മണിക്കൂർ കഴിയുമ്പോൾ വീട്ടിൽ നിസ്കാരം, പിന്നെയും നിസ്കാരം, പിന്നെ നിസ്കാരം. നല്ല ഒരു മുസ്ലിമിനെ ഈശ്വരനെ കുറിച്ച് മാത്രം ചിന്തിക്കാനേ സമയമുള്ളൂ. ഒന്ന് കഴിയുമ്പോൾ അടുത്ത് വന്നു, അത് കഴിയുമ്പോൾ അടുത്ത് വന്നു. രാത്രി 12 മണിക്കൂറായിരുന്നു നമസ്കരിക്കാൻ. അത് പിന്നെ നിർത്തി കണ്ടാൽ ബുദ്ധിമുട്ടാകുന്നു. അങ്ങനെയൊക്കെ എടുക്കുന്നുണ്ട്. അപ്പൊ ചുരുക്കെന്താ, അതിനെക്കുറിച്ച് ഓർത്ത് അതായി മാറും. ആ ഈശ്വരൻ തന്നെ, ആ ശാന്തി തന്നെയാണ് നമ്മള്, ആ സന്തോഷം തന്നെയാണ് നമ്മള് എന്നിങ്ങനെ വീണ്ടും വീണ്ടും മഹാത്മാക്കൾ പറയും. അത് ഇവിടെ ഇല്ലെങ്കിൽ എവിടെയില്ല, അവിടെ ഇല്ലെങ്കിൽ ഇവിടെയുണ്ട്. അത് തന്നെയാണ് നമ്മളെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിക്കുന്നത്. ഇതൊക്കെ നമ്മൾ സാധാരണ ബുദ്ധിക്ക് അല്പം അപ്പുറത്തുള്ള കാര്യങ്ങളാണ്. നീ ചിന്തിക്കണം. പിന്നെ ഭഗവാനോട് പറയാം, ആ ഗുരുനാഥനോട് പറയാം, എനിക്ക് അജ്ഞാനമാകുന്ന അന്ധകാലത്തെ ഇല്ലാതാക്കി ജ്ഞാനമാകുന്ന വെളിച്ചം ഉണ്ടാക്കി തരണേ. ഇത് വീണ്ടും 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 താഴെ
അനുഗ്രഹം അപേക്ഷിച്ചാൽ ഗുരുവിൻ്റെ അനുഗ്രഹമോ ഗുരുവിൻ്റെ അനുഗ്രഹേണൈവ ഗുരുവിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം പുമാൻ പൂർണ്ണപ്രകാശത്തെ മനുഷ്യൻ പുമാൻ എന്ന പുരുഷനൊന്നുമില്ല പുരുഷനൊപ്പം പുമാൻ പൂർണ്ണ മനുഷ്യനാകുന്ന ഒറ്റ കാര്യം വേണ്ടുവെന്നാണ് മനുഷ്യൻ ആ ഗുരുവിൻ്റെ അനുഗ്രഹം. പുസ്തകം പഠിച്ചാൽ ഉണ്ടാവില്ല, പുസ്തകം വാട്സപ്പിൽ നോക്കി പഠിച്ചാലൊന്നും നമുക്ക് കിട്ടില്ല. ഗുരു ജീവനുള്ള ഗുരു സങ്കല്പം ഇത് നോക്കിയാൽ മതി. ഹസ്താഭ്യാം ദശശാഖാഭ്യാം കൈകൊണ്ട് ഇങ്ങനെ ആക്കിയാൽ മതി, കണ്ണുകൊണ്ട് നോക്കിയാൽ മതി, നടന്നു പോടാന്ന് പറഞ്ഞാൽ മതി. അനുഗ്രഹമായിട്ട് അങ്ങനെയൊക്കെ മഹാത്മാക്കൾ അങ്ങനെയൊക്കെ അനുഗ്രഹിച്ച കഥകൾ. കല്ലെടുത്ത് എറിഞ്ഞാൽ മതി, ഗുരുവിൻ്റെ കയ്യിൽ നിന്ന് കല്ല് വയ്യാതെ നല്ല വന്ന് വീണാൽ നമുക്ക് കിട്ടേണ്ടത് നമ്മളെ ഒന്ന് നോക്കിയാൽ മതി, കിട്ടേണ്ടത് ഒക്കെ അത്ഭുതങ്ങളാണ് ഈ കാര്യങ്ങളൊക്കെ. അങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ പലതായിപ്പോ നമുക്ക് ഈ തൽക്കാലം നമുക്ക് മഹാത്മാക്കൾ പറഞ്ഞ കാര്യം വിശ്വസിക്കാം, അത് അതിനനുസരിച്ച് പോകാം. കൊടിയത്തിനെയും ലക്ഷണത്തിനെയും ഒക്കെ വേണം, ഇതൊക്കെ വേണം. പക്ഷെ ഈ ശബരിമലയ്ക്ക് പോകുന്ന വഴി ഇതാണ്, അതിങ്ങനെ 10 ക്ലാസ് എഴുതിയിട്ട് കാര്യമില്ലല്ലോ. പറയലും കുറച്ചേ പറയാനുള്ളൂ, ചെയ്യാൻ ഒരുപാടുണ്ട്. ഈ 5 നേരം നിസ്കരിക്കുന്ന ഒരു സ്ത്രീകൾ നല്ല കാര്യം. പക്ഷെ നമുക്ക് ഒരു 24 മണിക്കൂറോ 1 മണിക്കൂറെങ്കിലും നമുക്ക് വേണ്ടി ഭഗവാൻ സമൂഹത്തിന് വേണ്ടി ഭഗവാന് വേണ്ടിയല്ല, ഭഗവാൻ സമൂഹത്തിന് വേണ്ടി മാറ്റിവെക്കാൻ സാധിച്ചാൽ അത്ഭുതകരങ്ങളായിട്ടുള്ള മാറ്റങ്ങളോടെ ഉണ്ടാക്കാൻ സാധിക്കും. യാതൊരു സംശയവുമില്ല. ഈ വിശ്വാസത്തെ നമ്മളെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. നമുക്ക് നമ്മുടെ സമൂഹത്തെ രക്ഷിക്കണം. നമ്മളെ മാത്രമേ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ട് പോയാൽ പോരാ, നമ്മളെ കൂടി പോകണം. കൊണ്ട് നമ്മുടെ കൂടെയുള്ളവരെയും ഈ അജ്ഞത കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും വിഷമിക്കുന്ന എത്രയോ പേരുണ്ട്, അവരെയൊക്കെ നമുക്ക് കൈപ്പിടിച്ച് ഉയർത്താൻ സാധിക്കണം. അതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. അജ്ഞരെ അവശരെ ആർത്തരെ നാം തുണ ചെയ്തൊപ്പമുയർത്തിടാം. ഒപ്പമില്ല, അവരെ കയറി പോയാലും കുഴപ്പമില്ല. അവരുടെ ഉള്ളിലുറന്നു നശിക്കും അനന്തശക്തി. എല്ലാവരുടെയും ഉള്ളിൽ അനന്തമായ കഴിവുകളുടെ ശക്തിയില്ല, ഇതിനെ ഉണർത്തിയെടുക്കാതെ നമ്മുടെ ആവശ്യമാണ്. ജാമ്പവാൻ എങ്ങനെയാണോ ഹനുമാന്റെ ഉള്ളിൽ കിടന്നിരുന്ന ശക്തിയെല്ലാം പുറത്തെടുത്തത്, അതേപോലെ മഹാത്മാക്കൾ നമ്മളുടെ പൂർവികന്മാരുടെ കഥകൾ പറഞ്ഞ് മഹാത്മാക്കളായിട്ടുള്ള പൂർവികന്മാരുടെയൊക്കെ കഥകൾ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും 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 നിനക്കും സാധിക്കും ആ കാര്യം ചെയ്യാൻ. സീതയും എന്താ പറയുക ഝാൻസിറാണിയും വലിയ വലിയ മഹാത്മാക്കളിൽ ശിവാജി മഹാരാജ് പല പല ആൾക്കാർ, അല്ലെങ്കിൽ ശക്തൻ തമ്പുരാൻ, ഇവരെ പോലെ ആവാൻ നിനക്കും സാധിക്കും. ഇതൊരു കഥ മാത്രമൊന്നുമല്ല. ശ്രമിച്ചു നോക്കൂ, ശ്രമിച്ചു നോക്കൂ, ശ്രമിച്ചു നോക്കുക. ഇങ്ങനെ വീണ്ടും വീണ്ടും മഹാത്മാക്കൾ നമ്മളോട് പറയാണ്. നമ്മളെന്ത് ചെയ്യും? കേൾക്കുകയും ചെയ്യും. അത് നന്നായി പ്രസംഗിച്ചു കേട്ടോ, എന്താ അതുകൊണ്ടല്ലോ പ്രസംഗിക്കലല്ലോ. അതിൽ നിന്ന് നമ്മളെ എത്ര സ്വീകരിച്ചു, നമുക്ക് അല്പമെങ്കിലും ഈ കാര്യത്തിൽ മുന്നോട്ട് പോകാൻ അതിനൊരു പ്രേരണ കിട്ടിയോ എന്നാണ്. അല്ലെങ്കിൽ സമയം വെറുതെ പോയി നല്ലത്. ഞാൻ ഇന്ന് മുതൽ എന്തെല്ലാം തിരക്കുണ്ടെങ്കിലും വിളിക്കാം, ഇതൊക്കെ സമയമുണ്ടാക്കി ഞാൻ കാര്യം ചെയ്യും. മഹത്തായ ഒരു ലക്ഷ്യത്തിലേക്ക് എനിക്ക് എത്തണം. എൻ്റെ സമൂഹത്തെ ചുറ്റുമുള്ള സമൂഹത്തെ അവരൊക്കെ ചെയ്യുമ്പോൾ അത് കണ്ടിട്ടെങ്കിലും നമ്മുടെ അവർ നിസ്കരിക്കണ കണ്ടിട്ടെങ്കിലും നമുക്ക് നമസ്കരിക്കാൻ തോന്നും. അവർ പ്രാർത്ഥിക്കാൻ കണ്ടിട്ടെങ്കിലും നമുക്ക് ഭജന പാടാൻ തോന്നും. അതൊന്നും അവർ പറ്റും, അവരൊക്കെ പിന്നെ പറഞ്ഞല്ലേ, അതൊന്നുമല്ല. അവരൊക്കെ നമ്മുടെ കുട്ടികൾ തന്നെയാണ്. നമുക്ക് ആ ബോധം, പക്ഷേ അവർക്ക് പലർക്കും ആ ബോധമില്ല. അവർ വളരെ സംഘടിതമായിട്ട് ഇതിനെ നശിപ്പിച്ച് കളഞ്ഞു. ഞങ്ങളുടെ മാർഗം മാത്രം ശരിക്കും വന്നിങ്ങനെ അത്യധ്വാനം ചെയ്യുന്നുണ്ട് കുറേ ആൾക്കാർ. എന്ത് ചെയ്യാനും മടിയില്ല, തലവെട്ടാനും മടിയില്ല. നമ്മുടെ കുട്ടികളെ മൺപൈ മൺപിനെ അവരിങ്ങനെ പല പല വാഗ്ദാനങ്ങൾ കൊടുത്തുകൊണ്ട് പോകും. നമ്മുടെ സംഖ്യ കുറയണം, അവരുടെ സംഖ്യ കുറയണം. ഇതൊക്കെ ദൈവം ഈശ്വര കാര്യങ്ങൾ നാമം ചെല്ലുന്നവർക്ക് ഇതൊന്നും ചിന്തിക്കാൻ പാടില്ലെന്ന് ഒരാൾക്കില്ല. ചിന്തിക്കണം. അതായത് നമ്മുടെ മുക്തിയെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ നമ്മുടെ എല്ലാവരും കൂടി അടിമകളായി മാറും. പണ്ടത്തെ പോലെ നമുക്ക് ഇവിടെ നാമം ജപിക്കാനും കൂടി സ്വാതന്ത്ര്യമില്ലാത്തൊരവസ്ഥയിലേക്ക് വരും. ഇത് സാമൂഹ്യമായ കാര്യം. അപ്പോൾ നമ്മുടെ ഹരിനാമ ഗ്രൂപ്പിന് 2 ഭാഗമാണ്. ഒരു 60% ആത്മീയത. നമുക്ക് നേരത്തെ പറഞ്ഞു നമ്മുടെ നമ്മുടെ ആരോഗ്യാവസ്ഥയ്ക്ക് വരാം. ഒരു 40% അവിടെ ബാക്കിയുണ്ട്. നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത് കുട്ടികളെ, പ്രത്യേകിച്ചും ചെറിയ കുട്ടികളെ മടിയിൽ വെച്ചിട്ട് താമസിച്ചു കുറച്ച് ദിവസം. കുട്ടികളെ നഴ്സറി പോകാൻ തുടങ്ങിയാൽ നമ്മൾ പോയി നമ്മുടെ അവരുടെ മുകളിലുള്ള ഒരു ഗ്രൂപ്പ് നമുക്ക് ഇല്ലാതാവും. അതിന് മുമ്പേ കുട്ടി ചെറിയ കുട്ടിയാകുമ്പോൾ വസ്ത്രത്തിൽ മൂത്രമൊഴിച്ചാലും കുഴപ്പമില്ല, അപ്പിട്ടാലും കുഴപ്പമില്ല. അങ്ങനെ കുട്ടിയെ മടിയിൽ വെച്ച് നാമം ജപിച്ച് നോക്കൂ, അവരിലും ഒരു നല്ല മാറ്റം ഉണ്ടാവും. അവർ കുറച്ച് കാലമൊക്കെ അദ്ദേഹത്തേക്ക് ചിന്തി
നടന്നാൽ പോലും ഒരു ഏജ് കഴിയുമ്പോൾ തിരിച്ച് തിരിക്കുന്നത് നമ്മളുടെ കുറവുകൊണ്ടാണ് ഇന്നിങ്ങനെ പോയത്. നമ്മളെ മാർക്ക് കൂടുതൽ കിട്ടണം പറഞ്ഞിട്ട് ഇതിനോട് ഒട്ടും തന്നെ യോജിപ്പില്ലാത്ത ആൾക്കാർ നടത്തുന്ന സ്കൂളിലൊക്കെ കൊണ്ടാണ് അവർ സ്ലോ മോഷനിൽ അവരുടെ കാര്യങ്ങളാണ് ഇങ്ങനെ ഇടയിൽ ചേർത്തല്ല. ഇത് അവർ കുട്ടികൾ പോലും അറിയുന്നില്ല, രക്ഷിതാക്കളും അറിയുന്നില്ല. പല കുട്ടികളെ ഇങ്ങനെ ഉണ്ടോ ഡിഗ്രിക്ക് കൂടുതലിട്ടോ വാതിൽ ഇങ്ങനെ അടച്ചു വെച്ചിട്ട് പഠിക്കുകയാണ്. പഠിക്കുന്ന മോളിൽ വിഷമിട്ടാവണമെന്നല്ല, അടച്ച വാതിലിൻ്റെ ഉള്ളിലത്തെ ഭാഗത്തുണ്ടല്ലോ അവരെന്താ കണ്ടത് കേട്ടത്. എവിടെ പ്രാർത്ഥിച്ചാലും ഗുണം കിട്ടുന്ന അവരെ തലയിൽ കടിച്ച് കയറ്റിച്ചാൽ ആ ചിത്രം വെച്ചിട്ടുണ്ടാവും. അവിടെ നിന്ന് മുട്ടുകുത്തി നിസ്കരിക്കുന്നുണ്ടാവും. ചിലപ്പോൾ അകത്തുകൾ തലയിലേക്ക് മുട്ടിട്ടുണ്ടാവും. ഇങ്ങനെ അവരിങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്തിരിക്കുന്നു. സീഡികൾ കേട്ടിട്ട് അത് മാത്രമാണ് ശരി. പോയി തിരിച്ചു വന്നവർ പറയുന്ന കാര്യങ്ങളാണ് തന്നെ ഉണ്ടാവും. നമ്മൾ കുട്ടി പഠിക്കാൻ തരും. കുട്ടി വാതിൽ അടച്ചിരുന്ന് ആ ഫോട്ടോയിൻ്റെ മുമ്പിൽ കഴിഞ്ഞാൽ മതി വരാവും, അവിടെ പ്രാർത്ഥിക്കാം. അത് എന്തുകൊണ്ട് അങ്ങനെ വന്നു? ഇത് ഇങ്ങനെ അത് ചെയ്യുക, ഇത് ചെയ്യുന്ന അടിച്ചേൽപ്പിക്കുക മാത്രം എന്തുകൊണ്ട് ചെയ്യുക, എങ്ങനെ ചെയ്താൽ എന്താ ഗുണമൊന്നും നമുക്ക് അറിയില്ല. ഒരു അതിന് അവസരം കിട്ടിയിട്ടില്ല. അവർ നിർബന്ധിച്ച് ചിലപ്പോൾ അവർക്ക് കൊണ്ടുപോകുന്നുണ്ടാവും അല്ലേ. അത് ആ ഒരു ടെക്നിക്ക് എങ്ങനെ പറഞ്ഞാലാണോ അവർക്ക് മനസ്സിലാകുക. പ്രസാദം കിട്ടുന്ന സമയത്ത് അവരെ കൊണ്ടുവരിക. വേദാന്ത പ്രസംഗം നടക്കുന്ന കുട്ടികളെ കൊണ്ടുവരാം. പായസം കിട്ടുന്ന സമയത്ത് കൊണ്ടുവരാം. കുറച്ചും കൂടി വരെ ഭജന നടക്കുമ്പോൾ അവരെ കൂട്ടിക്കൊണ്ടുവരാൻ പറ്റുകയും അവർക്ക് അവരുടെ താളത്തിനനുസരിച്ച് നമ്മൾ മെല്ലെ 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 ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചാൽ ഇത്ര വലിയ നഷ്ടം നമുക്ക് ഒഴിവാക്കില്ല. അതൊന്നും ശ്രദ്ധിച്ചില്ല. കുറേ കാലമായിട്ട് എൻ്റെ മുക്തി മാത്രമാണ് എനിക്ക്, വേറെ ഒന്നും പ്രശ്നമില്ല. നമുക്ക് നമ്മുടെ പൂർവ്വ അടുത്ത കാലത്തുള്ള ആചാര്യന്മാരുടെ എന്താ മുക്തി കിട്ടും, അങ്ങനെയൊക്കെ ചെയ്താൽ മുക്തി കിട്ടുന്നതാണ്. ഈ സമൂഹത്തെക്കുറിച്ച് ചിന്തിച്ചതേ ഇല്ല. ആത്മാവൽ സർവഭൂതേഷു, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ മാത്രം സ്നേഹിച്ച പോരാ, സർവ്വചരാചരങ്ങളെ സ്നേഹിക്കൂ എന്നാണ് നമുക്ക് തന്നിട്ടുള്ള മുദ്രാവാക്യം. അവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരനുകൂടി ഗുണത്തിനായി വരേണം. ആത്മനോ മോക്ഷാർത്ഥം ജഗത്തിനായി തപസ് വേണം. തപസ് പറഞ്ഞിട്ടുള്ള ആള് പറഞ്ഞാലേ കുറച്ചെങ്കിലും ആകർഷിക്കൂ. ഇതെങ്ങനെ കവല പ്രസംഗം പോലെ എന്തൊക്കെയോ പറഞ്ഞുപോയി. അതിൻ്റെ മുകളിലത്തെ ആൾ കുറേ എഴുതി കൊടുത്തു, കുറേ പോയിന്റ്സ് ഒക്കെ. ഇപ്പം അതൊക്കെ പറഞ്ഞിട്ട് അവിടെ 1 മണിക്കൂറാണ് പോയി തിരിച്ചങ്ങനെ എത്തിക്കഴിഞ്ഞാൽ നല്ലൊരു സംഖ്യ പോകേണ്ടി വരും. അവനും ഈ പറയുന്ന ആൾക്ക് പോലും ഈ പറയുന്നതിൽ വിശ്വാസമില്ല. നേതാവ് പറഞ്ഞു ഇതുപോലെ അനുസരിക്കും, പോയാൽ കാശും കിട്ടില്ല, ജോലിയല്ലേ. ഒരു ഡയറി കെട്ടിടത്തിൽ നിങ്ങൾ നടന്നാൽ മതി, മാസാവസാനം നല്ലൊരു തുക കിട്ടില്ലല്ലോ. എന്താ നഷ്ടം? ആത്മാർത്ഥത തൊട്ട് പൊളിക്കാനില്ലാത്ത കുറേ ആൾക്കാരാണ്. നമ്മളെ എല്ലാവരെയും അടുപ്പിക്കാൻ ശ്രമിച്ചു. കുറേ കാലമായിട്ട് തൊഴിലാളിയും മുതലാളിയും അടുപ്പിച്ചു, വിദ്യാർത്ഥി അധ്യാപകനെ അടുപ്പിച്ചു. എല്ലാം അവർക്ക് അങ്ങനെയുള്ളൂ. ഈ പ്രശ്നം ഉണ്ടാക്കാനാണ് അവരെ പഠിപ്പിച്ചത്. ആരും ഉത്തരവാദിത്വങ്ങൾ പറഞ്ഞില്ല. എനിക്ക് നിന്റെ ഉത്തരവാദിത്വങ്ങളുണ്ട്, ആ ചില കടമകളുണ്ട്, ഈ കടമകൾ നിറവേറ്റി നീയേ വരും. നമുക്ക് ജീവിക്കാതെ നമുക്ക് അടുത്ത് എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത് അതെല്ലാം നമുക്ക് തിരിച്ചു. ഗായത്രി മന്ത്രം തുടങ്ങും, രാമനാമം തുടങ്ങും, കൃഷ്ണനാമം തുടങ്ങും. പതിവായിട്ട് എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങും, നിഷ്ഠയായിട്ട് എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങും. അധികം പറയാനില്ല. പിന്നെ അനുഭവമാണ്, ഇതൊക്കെ അനുഭവമാണ്. അത് ഒന്നും പറയേണ്ടി വരും. ആദ്യം മറ്റുള്ളവരുടെ അനുഭവം കണ്ട് വിശ്വസിച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചിലത് ചെയ്ത് നോക്കാം. തീർച്ചയായിട്ടും അതിൻ്റെ ഗുണങ്ങൾ കണ്ടു തുടങ്ങി എന്നോട്. അതാണ് ഇത്രയും ധൈര്യമായി പറയാൻ തന്നെ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിപ്പോൾ 32 കോടി എത്തി നിർത്തുന്നൊന്നുമില്ല. ഇഷ്ടമുണ്ടോ ജപിക്കാം, നാരായണ ഇഷ്ടമുണ്ടോ നാരായണ ജപിക്കാം, നമശിവായ ഇഷ്ടമുണ്ടോ അത് ജപിക്കാം. പക്ഷെ ഉപാസന നിർത്തുക. ഹരിരാമൻ ജപിക്കാനാണ് ഇഷ്ടം, അതന്നെ തുടരാം. ഇതിനെ കുറച്ച് കഴിയുമ്പോൾ ഒരു 5 ലക്ഷം 4 ലക്ഷം നാരായണൻ ജപിക്കാം. അന്തേ നാരായണ സ്മൃതി, നാരായണനെ സ്മരിച്ചുകൊണ്ട് വേണം ഇതിന് പോകാൻ ഇന്ന് പ്രമാണമാണ്. അതൊന്ന് അജാമേളനെ പറ്റിയപ്പോൾ നമുക്ക് പറ്റുമോ? പറ്റിക്കൊള്ളുന്നില്ല. ശീലിച്ചാലേ പറ്റും. തുടക്കത്തിൽ ഈ ചെറിയ നാമം പറഞ്ഞാൽ ആർക്കും പറ്റില്ല. ഒരു കർണനാമം അത് വേഗം പഠിക്കും. ഹരിരാമന്റെ ആദ്യം കുറച്ച് സംഗീതമൊക്കെ ചേർത്ത് പിന്നെ ലോകം മുഴുവൻ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന നാമമാണ്. പിന്നെ ഹരേകൃഷ്ണ പ്രസ്ഥാനക്കാർ ഒരുപാട് നാമം ജപിപ്പിക്കുന്നത് എല്ലാവരെയും കൊണ്ട്. അവർ കൂടെ 16 മാല 108/16 നിത്യം ജപിക്കണം. നിർബന്ധം. ഉള്ളി പോലും കഴിക്കാൻ പാടില്ല. എങ്കിലും പിന്നെ മറ്റൊന്നും പറയണ്ടല്ലോ. അത്ര നിഷ്ഠ ഹിന്ദുധർമ്മത്തിൽ ഒരുപാട് ചെയ്ത ആൾക്കാരാണ്. പക്ഷേ നമ്മുടെ ഹരിരാമന് ഇതിനുണ്ടായി ആ കൂട്ടത്തിൽ കൂടിയ പോലെ പോരാ. ചെറിയൊരു പ്രശ്നം. നമ്മുടെ സർവദേവ നമസ്കാര കേശവം പ്രതികച്ചതി. ആകാശത്ത് വരുന്ന ഓരോ മഴത്തുള്ളികളും അങ്ങനെ ചാലിൽ പോയി തോട്ടിൽ പോയി അങ്ങനെ പോയി അവസാനം സമുദ്രത്തിൽ തിരിച്ചു വരും. ഇതേപോലെ ഏത് ദേവന് വേണ്ടി
കൊണ്ട് പറക്കുട്ടിയോ കുട്ടിച്ചാത്തനോ എന്താണോ ഇഷ്ടം അത് ചെയ്യാം ഒരു കുഴപ്പമില്ല. പക്ഷെ ആ ഭക്തി ഭാവമുണ്ടെങ്കിൽ ഇതെല്ലാം ഭഗവാൻ കാണും, ഭഗവാൻ അനുഗ്രഹിക്കാതിരിക്കില്ല. അഖിലലോകനായകൻ നാരായണൻ ണ്ടല്ലോ തുണയ്ക്കായപ്പോഴും. അർജുന, നീ എന്തിനാ ഇങ്ങനെ ഈ ചാടാനൊക്കെ പോണത്? ഞാനില്ലേ നിന്നെ സഹായിക്കാൻ. എന്നോട് ഒരു വാക്ക് പറയാമോ? ആ കുട്ടികളെ, ബ്രാഹ്മണന്റെ കുട്ടികളെ കാണാൻ അല്ലേ, ഇങ്ങനെ കഥകളുണ്ടല്ലോ. ഞാൻ ഇനിയുള്ള കുട്ടികളെ ഞാൻ രക്ഷിച്ചോളാം എന്ന് അർജുനൻ പറയലും ആ സമയത്ത് തന്നെ കൃഷ്ണനും രാമനും മിണ്ടാതിരിക്കുന്നു. 5-8 കുട്ടികൾ മരിച്ചു കഴിഞ്ഞു. അപ്പോഴൊന്നും ഇവരും കൊണ്ടിട്ടില്ല. 1-2 പ്രാവശ്യം അർജുനനെ കാണും. അർജുനന് ഭയങ്കര ദേഷ്യവും വന്നു. കൃഷ്ണൻ രാമനൊന്നും മിണ്ടാതിരിക്കണുണ്ട്. ദേഷ്യം രാജാവല്ലേ, കർത്തവ്യമുണ്ടല്ലോ. അപ്പൊ പേടിച്ചെന്ന് പറഞ്ഞു. രാമനെ അപേക്ഷിച്ചൊന്നുമല്ല, ഇനി ഉണ്ടാവുന്ന കുട്ടി ഞാൻ രക്ഷിച്ചോളാമെന്നു. ഏതാ? അപ്പൊ ഈ രാമൻ ചോദിക്കാൻ വയസ്സാള് അവിടെ രാമനും കൃഷ്ണനും മിണ്ടാതിരിക്കുന്നു. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമല്ലോ, ലോകത്തിലും മിണ്ടാതിരിക്കില്ലല്ലോ. ഞാൻ രാമനും കൃഷ്ണനും ഒന്നല്ല, ഞാൻ ധനുർധനൻ, എന്നെ ഗാന്ധീവന്റെ കയ്യിലുണ്ട്, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്. അർജുനാണ് ശിവനെ ചുണ്ടെടുത്ത് വെപ്പിച്ച ആളാണ്. ഒരുപാടെങ്കിലും പറയുന്നത് നമുക്ക് ഇവർക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. ശരി, പിന്നെ വിചാരിച്ചു ശരി, നീ ആളുടെ കൈകൊണ്ട് അടുത്ത കുട്ടി രക്ഷപ്പെട്ട് വരികയാണെങ്കിൽ ആവട്ടെ, ഒരു കുട്ടിയെ വളർത്താനുള്ള മോഹം കൊണ്ട് ശരി എന്ന് പറഞ്ഞു. അടുത്ത പ്രസവത്തിന്റെ പുറത്ത് മുമ്പേനോട് പറയും അർജുനെ അറിയിച്ചു. അർജുന കൂടാരം കിട്ടി. എന്തിനു പറഞ്ഞു? ഇതുവരെയുള്ള കുട്ടികളെ 5-8 കുട്ടികളെയൊക്കെ ഉണ്ടല്ലോ ശവം കാണായിരുന്നു. ഈ അർജുനൻ കാവലിരുന്ന ഒരു ഈച്ചയ്ക്ക് പോലും ആ പ്രസവഗൃഹത്തിലേക്ക് ഉള്ളിൽ കടക്കാൻ പറ്റില്ല. അത്ര ശക്തി അങ്ങനെ നിൽക്കണം. അത്ര കൂടടച്ചതെന്ന് പറയില്ലേ, എല്ലാ വഴികളും അടച്ചുകൊണ്ടാണ് ശരം കൊണ്ട് കൂടെ ഉണ്ടാക്കിയതൊക്കെയാണ് കഥ. അവിടെ അർജുനൻ നിൽക്കണമുണ്ട്. അവിടുത്തെ കരച്ചിൽ കേട്ടു. എന്റെ കുട്ടിയുടെ കരച്ചിലല്ല കേട്ടു, അമ്മയുടെയും ബാക്കിയുള്ളവരെ കരച്ചില കേട്ടു. ശവം പോലും ഇല്ലല്ലോ ഈ പ്രാവശ്യം തന്നെ കണ്ടു. ശവം എവിടെ പോയി അറിയാം. പക്ഷെ കുട്ടികൾ മരിച്ച കുട്ടിയെ കിട്ടാറുണ്ട്, അതും ഇല്ല. അർജുനെ മേടിക്കണ്ട പറഞ്ഞു. യമന്റെ ലോകത്തിലോ എവിടെയായാലും ഞാനിപ്പോൾ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ലോകം മുഴുവൻ നോക്കി ശിവന്റെ അടുത്ത് പോയില്ല. ശിവൻ ഇഷ്ടദൈവമല്ലേ? കൃഷ്ണൻ കൂട്ടുകാരനാണ്, ശിവനാണ് ഇഷ്ടദൈവം. അപ്പോൾ എന്നെ ഈ ആപത്ത് സമയത്ത് ശിവൻ എൻ്റെ ഉപാസനാമൂർത്തിയായ മഹാദേവൻ പരീക്ഷിക്കില്ല നല്ല ഉറപ്പുള്ളത് കൊണ്ട് കൈലാസത്തിൽ പോയില്ല. ബാക്കി എല്ലായിടത്തും പോയി. രാവണന്റെ കുട്ടിയെ കൊണ്ട് തരണം തോന്നും, ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഒരു കുട്ടിയെ കൊണ്ടെത്തിയാൽ നമ്മളെല്ലാവരും എവിടെ തരാൻ പാറ്റൊന്നുമില്ല. എന്താ ചെയ്യുക? ഈ ചാടി ചാവൻ പറഞ്ഞ വാക്ക് പാലിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഈ ചാടി അങ്ങനെ കൊണ്ടുപോകുന്ന ഏറ്റവും പ്രദക്ഷിണൊക്കെ ചാടാൻ തുടങ്ങുമ്പോൾ കൃഷ്ണൻ എവിടെ കൃഷ്ണൻ വന്നാലും ഇപ്പോൾ ചോദിക്കുകയാണ്, ഈ എന്തിനാ ഈ ചാടി എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ. മഹാഭാരത യുദ്ധം, അസുരന്മാരല്ല അധർമ്മികളെയൊക്കെ നശിപ്പിക്കേണ്ട ചുമതല നിന്നെ നിമിത്തമാക്കി ഞാൻ പല കാര്യങ്ങളും ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. രാമകൃഷ്ണനോട് പറഞ്ഞ പോലെ വിവേകാനന്ദനെ ആദ്യം കണ്ടപ്പോൾ ചോദിക്കുകയാണ്, നീ എന്താ ഇത്ര വൈകിപ്പോയെ കാണാൻ? ഞാൻ നിന്നെ കാത്തിരിക്കുകയാണെന്നല്ലോ. ആദ്യമായി കാണാനേ രാമകൃഷ്ണ പരമഹംസരെ ആദ്യമായിട്ട് വിവേകാനന്ദനെ കാണുമ്പോൾ നിന്നെ ഞാൻ എത്ര കാലമായി കാത്തിരിക്കുന്നു. അപ്പൊ എൻ്റെ കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ജന്മം തന്നെ. അതേപോലെ നമുക്ക് മഹാഭാരത യുദ്ധമാണ് അർജുനന്റെ പ്രധാനപ്പെട്ട കത്തൽ. അതൊക്കെ ഇയാളെ ഈ തീറ്റാണ് ചാവണം, ഞാനില്ലേ നിന്നെ സഹായിക്കാൻ ചോദിച്ചു എന്നാണ് കഥ. അന്ന് ദിവസം പറഞ്ഞു എനിക്ക് തോന്നുന്നു ഹനുമാൻ ചാലീസയിൽ ഇതേപോലെ ഇതിന് അർത്ഥം തുല്യമായി വരികയുണ്ട്. നീ രക്ഷിക്കാനാണ് പേടിയോ? എനിക്ക് ഒന്നിനോടും പേടിയില്ല. ഇത് രാമചരിത മാനസം എഴുതിയിട്ടുള്ള തുളസിദാസിന്റെ വരികളാണ്. അദ്ദേഹത്തിനെ അകാരണമായിട്ട് ജയിലിൽ പിടിച്ചിട്ടു. ഒരാളെ ഇതിനും രാമനാമം വിളിച്ചിട്ട് മരിച്ചാളെ രക്ഷിച്ചത്. ഇത് അംഗസീവാണ്. അംഗസീവിന്റെ ഒരാളെ മരിച്ചു. ഇങ്ങനെ ആളെ ആരെ പിടിച്ചുകൊണ്ടിരാമോ? അവിടുന്ന് ഈ ആളെ ജീവിപ്പിക്കണം, ഈ മരിച്ച ആളെ ജീവിപ്പിക്കുന്ന ആളാണെന്നൊക്കെ കേൾക്കും. എൻ്റെ ദൈവത്തെ വിളിച്ചാൽ മരിച്ച ആളെ ജീവിക്കും. അതൊന്നും എനിക്കറിയില്ല. ഞാൻ ഭഗവാനെ വിളിച്ചു, അതിന് അന്ന് രക്ഷപ്പെട്ടു. നീ ഇങ്ങനെ പോലെ വരുമ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല എന്ന്. അതേ പറ്റില്ല. നീ എൻ്റെ ആളെ മാത്രമേ ജീവിപ്പിക്കുള്ളൂ എന്ന വാശിയാണ് കിടക്കെ വന്ന് 40 ദിവസം അവിടെ കാരാഗ്രഹത്തിൽ ജയിലിൽ. ആരും അങ്ങോട്ടും പൂന്തോറും വൈദ്യന്മാരുടെ ശല്യം സഹിക്കാൻ വയ്യാതെ. അപ്പൊ ഏതോ ഒരു സൂഫി പണ്ഡിതനെ നിങ്ങൾ ദൈവത്തിന് നിരക്കാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ടാവും. എന്നാലും പോവില്ല, എങ്ങനെ ഓടിച്ചാലും പോവില്ല. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു ആളെ ചടപ്പെട്ട കാര്യം. ആളെ തുറന്നു വിട്ടു. വൈദ്യന്മാരൊക്കെ പോയി. വൈദ്യന്മാർക്ക് ഒരു ശല്യം ചെയ്തില്ല.
ഹനുമാനാണ്. അദ്ദേഹം ഇവിടെ ഇങ്ങനെ രാമനാമം ജപിക്കുന്നു, ഹനുമാന്റെ കീർത്തനങ്ങൾ പാടുന്നു. അപ്പോൾ ഹനുമാൻ വേണ്ടപ്പെട്ടവരെയൊക്കെ പറഞ്ഞയച്ചു. ആ കൃഷ്ണാവസ്ഥയിൽ അതിൻ്റെ വരികളാണ്: നീ കൂടെ ഉള്ളപ്പോൾ എനിക്ക് എന്താ പേടിക്കാൻ. ഇതേപോലെ തന്നെ കൃഷ്ണൻ കൂടെ ഉള്ളപ്പോൾ നമുക്ക് എന്താ പേടിക്കാറ്. കൃഷ്ണനെ ഒന്ന് വേറെ പലതരത്തിലുള്ള അത് വേറെ വിചാരിക്കട്ടെ. രാമൻ പേരാണ്, കൃഷ്ണൻ പേരാണ്, ശിവപേര്, ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ പാടില്ല. ഒരേ ഒരു കോസ്മിക് എനർജി. ഇഷ്ടമുള്ള പേര് പറയട്ടെ. കുട്ടികൾ കോസ്മിക് എനർജി പറഞ്ഞോട്ടെ, പഴയ ആൾക്കാർ അവർക്ക് ഇഷ്ടമുള്ള പേര് പറഞ്ഞോട്ടെ. കുട്ടിച്ചാത്തിനോ പറക്കൂട്ടിന്നോ എന്ത് വേണമെങ്കിൽ പറഞ്ഞേ. ഇവിടെ ഒന്നേ ഉള്ളൂ. ആ ഒന്നിൻ്റെ പല പേരുകളാണ് ഇതെല്ലാം. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പം നമ്മുടെ രാമനും കൃഷ്ണനും എല്ലാമായി. അതെന്നൊരക്ഷരം എടുത്തു, ഇതെന്നൊരക്ഷരം എടുത്തു. നമശിവായ നാരായണ ഒപ്പം പറയാൻ പറ്റും. പറ്റില്ല. ഒന്ന് കഴിഞ്ഞ് ഒന്ന് പറയാം. ഒന്നുകിൽ നമശിവായ കൊണ്ട് നാരായണ പറയാം, അല്ലെങ്കിൽ നാരായണ കഴിഞ്ഞ് നമശിവായ പറയാം. രാമാന്ന് ജപിച്ചോളൂ. രണ്ടും ജപിച്ച് ഒപ്പം പറഞ്ഞു ചെയ്യുകയാണ്. നാരായണ എന്നുള്ളത് രാവിലെ, നമശിവായ എന്നുള്ളത് മാറും. രണ്ട് ബീജാക്ഷരങ്ങളെ പറയും. അതുകളിൽ കൂട്ടിയപ്പോൾ രാമ. നിരാകാര കോ ആധാര രാമ രാമ. നിരാകാരം, രൂപമില്ലാത്ത ഭഗവാനും ആധാരം രാമൻ തന്നെ. ഓം അവിടെ എന്ത് രൂപമാണ്? അദ്ദേഹം ആ ഓം എന്നുള്ളതിന് തുല്യമാണ് രാമനാമം. ഈ ഹരേ കൃഷ്ണക്കാര് രാമനെന്നും വേണ്ടത്ര മാനിക്കുന്നില്ല. കൃഷ്ണൻ 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 എന്ന് പറയും. ഒരു ബാധ്യമായിട്ടാണ് കുറേ കാര്യങ്ങൾ. കുറേ അമ്പലങ്ങൾ ഉണ്ടാക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുന്നൊക്കെ ഉണ്ട്, ഇല്ല എന്ന് പറയില്ല. എന്നാലും ഇത് ഹിന്ദു ധർമ്മത്തിൻ്റെ ഭാരതീയ സങ്കല്പത്തിലെ 100% ചേരാത്തൊരു പരിപാടിയാണ്. ഏകദേശം 70 പദങ്ങൾ എന്ന് പറയും. ഒരു ഗ്രന്ഥം, ഒരു പ്രവാചകൻ, ഒരു ഗ്രന്ഥം, ഒരു വഴിയേ ഉള്ളൂ. ആ വഴിയിൽ എല്ലാവരും വന്നോളണം. തലയ്ക്ക് ഭാഗത്ത് തൊപ്പിയല്ല, തൊപ്പിക്ക് ഭാഗത്ത് തല വേണമെങ്കിൽ ചെറുതാക്കി കൊടുക്കുക. നിങ്ങൾക്ക് ഇതിൽ ഒതുങ്ങാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ചിന്താഗതി മാറ്റുന്നത്. ഇവിടെ ഇതാണ് എല്ലാവർക്കും ഒരൊറ്റ കാര്യം. ഇതാണ് നമ്മൾ വരുന്നത്. എത്രയാണല്ലോ അത്രയും വൈവിധ്യമാണ് പദ്ധതികൾ. ഈ വഴി ഇഷ്ടമാണോ ഈ വഴി? അത് നമ്മളതാ എഴുതുന്നു കേൾക്കും ഹരി നാരായണായിരുന്നു ഇത്രേ പറയുന്നുള്ളൂ. ഇതൊരു എളുപ്പമാണ്. ദേവി മാർഗങ്ങളുണ്ട്. അതായത് പറയുന്നു, പലതും പറഞ്ഞും പകൽ കളയുന്നവ നാമകീർത്തനം ഇത് അതിനായി വരേണമിക കലിയായ കാലമതിൽ ഇതുകൊണ്ടു മോക്ഷഗതി. മോക്ഷം എന്ന് പറഞ്ഞോ, സമൂഹസേവനം അന്ന് പറഞ്ഞത് മോക്ഷഗതി. എഴുതെന്തു കേൾക്കൂ ഹരി നാരായണ. ഇത് എളുപ്പ വഴിയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞത്. ഞാനും അതുകൊണ്ട് തന്നെ പറയും. ആചാര്യം പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞതെന്ന് പറഞ്ഞു. നമുക്ക് ഇതന്നെ നമുക്ക് ഉറയ്ക്കാൻ നമുക്ക് അവരോട് പറഞ്ഞു. അവരെ സ്വീകരിക്കട്ടെ സ്വീകരിക്കാതിരിക്കട്ടെ എന്തെങ്കിലും ആവും. നമ്മുടെ കുട്ടി എന്താ ഈ നെറ്റ്വർക്കാർ എന്താ പറയും? ശോധിക്കാൻ അവരുടെ മുദ്രാവാക്യമുണ്ട്. നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ, ഈ വീട്ടിൽ പൈസ വരാൻ എന്താ മാർഗം? അവർക്ക് ചില പരിപാടികളുണ്ട്. ഇങ്ങനെ വന്നാൽ അങ്ങനെ വരും, അങ്ങനെ വന്നാൽ ഇങ്ങനെ വരും. നമുക്ക് കുറേ പരിപാടികൾ, കുറേ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഈ പറയൽ മാത്രമേ ഉള്ളൂ മനസ്സിലാവും. ഈ കുറേ കഴിയുമ്പോഴേ മനസ്സിലാവും. പിന്നെ പിന്നാക്കം പോരാൻ വയ്യ. പിന്നെ അവസാനം എടുത്ത് നിൽക്കും കുറച്ച് കഴിഞ്ഞാൽ. അങ്ങനെയാണ് ശാസ്ത്രീയമായ തട്ടിപ്പുകൾ എന്ന് എനിക്ക് പറയും. കേൾക്കുമ്പോൾ വളരെ രസമാണ്. അങ്ങനെ കാൽപ്പനികത, കാൽപ്പനികത. നീ കൊയ്യുന്ന ഈ തയ്യറിൻ്റെ നെല്ലിയാവട്ടോ മുദ്രാവാക്യം. വൈകിളിയെ പറയാണ്, ഈ ഞങ്ങളുടെ കൂടെ നിന്നോ, ഞങ്ങൾ പറയുന്ന പോലെ പ്രവർത്തിക്കാൻ തയ്യാറായാൽ ഇന്നല്ലെങ്കിൽ നാളെ. ഇന്നിപ്പോൾ മുതലാളിക്ക് വേണ്ടി കൊയ്ത് കൂട്ടല്ലേ ചെന്നാൽ എൻ്റെ ആയി മാറും. എവിടെ ആയോ അറിയില്ല. പറയാനൊക്കെ എളുപ്പമാണ്. കാൽപ്പനികത എന്ന് പറയും. ഇങ്ങനെ വന്നാൽ അങ്ങനെ വരും, അങ്ങനെ വന്നാൽ ഇങ്ങനെ വരും. ഇങ്ങനെ കുറേ അങ്ങനെ പറയുകയാണ്. ശരിക്കും നെറ്റ്വർക്കാരുടെ പോലെ തന്നെ. ഇവിടെ ടൂറിസ്റ്റ് ഇവിടെ വലിയ നേതാക്കന്മാരൊക്കെ നടന്ന കാലം. അവിടെ കമ്മ്യൂണിസം അവർ വേണ്ട പറഞ്ഞ ഒഴിവാക്കാൻ തുടങ്ങി അപേക്ഷയില്ലെങ്കിൽ. ഇവിടുത്തെ വലിയ നേതാക്കന്മാർ കത്തയച്ചു. ഇവിടുന്ന് മുമ്പ് ഒരുപാട് കാലത്ത് നിങ്ങളിങ്ങനെ ചെയ്യാൻ പാടില്ല, എത്രയോ വിപ്ലവകാരികളെ ജീവൻ തിരിച്ചതിൻ്റെ കഥകൾ അതിന് അങ്ങനെയാണ് ഇത് വന്നിട്ടുള്ളത്. ഈ സ്വാതന്ത്ര്യ വിപ്ലവം വന്നത് വിജയിച്ചത്. ഇതിനെങ്ങനെ നശിപ്പിക്കാൻ പാടില്ല, ഇത് മുതലാളിമാർക്ക് കൈയെടുത്ത് കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഗംഭീര ഒരു ലെറ്ററായിരുന്നു. അദ്ദേഹം ഒറ്റല്ലേ മറുപടി കൊടുത്തു. ഇതല്ലോ ഷൂ ഇട്ട് നടക്കുന്ന ആളൊക്കെയാണ് എവിടെയാണ് കഴിയെന്ന് മനസ്സിലാവുന്നത്, എവിടെ കാല് വേദനിക്കുന്നത്, എവിടെ കാല് പൊട്ടാൻ പോകുന്നത് ഷൂ ഇട്ട് നടക്കുന്ന ആളൊക്കെ മനസ്സിലാവും. അല്ലാതെ കാണുന്ന ആളൊക്കെ മനസ്സിലായി. ഞങ്ങൾക്ക് ഇതൊരു അനുഭവമുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ മാറ്റാൻ തീരുമാനിച്ചത്. നിങ്ങൾക്ക് ഭാവനകളെ അങ്ങനെ വരും ഇങ്ങനെ വരും പറഞ്ഞിട്ട് ഭാവന ചെയ്ത് അവസാനം എവിടെയും വരില്ലാതെ ആയപ്പോൾ കുറേ പേര് വിട്ടുപോയി. കുറേ പേർക്ക് അവർ എങ്ങനെ വിടുക? 10, 70, 80 വയസ്സ്
ഉപയോഗത്തിന് എതിരായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇനി മരിക്കുന്നവരെങ്കിലും അവസാന കാലത്ത് ശങ്കരൻ പറഞ്ഞ വാക്കുകൾ പുറത്തു വരില്ല. ഇതൊന്നും എല്ലാവർക്കും അറിയില്ല കേട്ടോ. എഴുതില്ല ദേശാഭിമാനിയിലെ ശങ്കരൻ പറഞ്ഞ വാക്ക് കവിത എന്താ പറയുക, ലേഖനങ്ങൾ, അതിന് പകരം വേറൊരാളുണ്ടാക്കി അയാളുടെ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ എഴുതും. ഒരു ചുരുക്കം പറഞ്ഞാൽ ഒരു വീട്ടിൽ തമിഴ് പോലെ ആയി. ഒരു വാരിയർ ഒരാളുടെ അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ലേഷൻ ചെയ്ത് ഇംഗ്ലീഷിലൊക്കെ എടുക്കും. അവസാനം എനിക്ക് പറ്റിയ വേറൊരു നേതാവ് EMSന്റെ പോലെ എഴുതി എന്നിട്ട് ഈ വാരുടെ കൈക്കൊടുത്തു. EMSന്റെ ശൈലിയിൽ നിങ്ങളതിനെ എഴുതാൻ മനസാക്ഷി കുത്തം തെറ്റാണല്ലോ ചെയ്യുന്നത്. എല്ലാവരും ഈ സഖാക്കന്മാരെയും കൂടി വഞ്ചിക്കല്ലേ ചെയ്യുന്നത്. എനിക്ക് പ്രക്രിയ അത്യധികം ബുദ്ധിമുട്ടിച്ചു ആള്. ഇതൊക്കെയാണ് ഇരുമ്പ് മല. എന്തോ സ്വർഗ്ഗമാണ്. നമ്മുടെ കുട്ടിക്കാലത്തിന്റെ ചെറുപ്പക്കാലത്ത് കണ്ടിട്ടാവും. പക്ഷേ ജയിലും സ്വർഗ്ഗമാണ്. എങ്ങനെ വെള്ളത്തിലിട്ടാലും കിടുവല്ലേ, അങ്ങനത്തെ കടലാസിലിട്ടല്ലേ ഓരോ മാസികളൊക്കെ ഇങ്ങനെ വരും. ഇതൊക്കെ പറഞ്ഞെങ്കിൽ ഇങ്ങനെയാണ് സമൂഹം. എല്ലാവർക്കും നാമം ജപിക്കുന്നവരും നേരാവണം ചിന്തിക്കുന്നതൊന്നുമല്ല. ഇവരിടയിൽ നമുക്ക് പയറ്റി തെളിയേണ്ടതുണ്ട്. കണ്ടിക്കാൻ കഴിക്കാൻ കാര്യമില്ല. അതെന്തോ നടന്നോട്ടെ എന്ന് എനിക്ക് പറയാം. ഞാൻ നാമം ജപിച്ചിരിക്കാം, അത് പോരാ. അങ്ങനെ കുറെ തിരിച്ചുകൊണ്ടാണ് ഇങ്ങനെ പറ്റും. അല്ലെങ്കിൽ മാപ്പിളകളൊന്നും ഉണ്ടാകുമായിരുന്നില്ല. അന്നേ നമ്മൾ കുറച്ചുകൂടി സംഘടിതരാണെങ്കിൽ ആർക്കും വാള് പൊക്കാൻ പോവില്ല. നമുക്ക് എന്തായാലും വളരെ വൈകിപ്പോയി. ഇനിയെങ്കിലും നമ്മളിങ്ങനെ വലിയ പ്രശ്നത്തിലാണ് നിൽക്കുന്നത് മനസ്സിലാക്കാം. നമ്മുടെ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടെങ്കിലും ഇനി ശത്രുക്കളിൽ നിന്ന് പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ കുറച്ചുകൂടി ജാഗ്രത പുലർത്തണം. അത് ഒന്ന് മാത്രം ഒരൊറ്റ കാര്യത്തിലാണ് ഒരു സൈഡ് നാമത്തിൽ, ഒരു സൈഡ് ജനങ്ങളിൽ ബോധവൽക്കരണം. രാമക്ഷേത്രത്തിന്റെ സമയത്ത് പ്രസേവ സമയത്ത് ശക്തര 500 കൊല്ലം പണിപ്പെട്ട് നടക്കാത്ത കാര്യമാണ് ചെയ്യുന്നത്. കേട്ടോ, കുറെ പേര് രാമഭക്തന്മാരെ അവിടെ തന്നെ ഞങ്ങൾ രാമന്റെ അമരം ഉണ്ടാക്കും എന്ന് പറഞ്ഞ് നടന്നു പൂജാവർക്കണം. ഇത് പറയുമ്പോഴും ഉള്ളിലൊരു സംശയം ഉണ്ടാകും. അവർക്കോ ഈ കാര്യം ഞാൻ പറയുകയൊക്കെ ചെയ്തു, ജനങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി പറഞ്ഞു. ഇത് നടക്കുമോ എന്നൊരു സംശയം. ഇത് 500 കൊല്ലമായിട്ട് എത്രയോ പട്ടാളക്കാരും രാജാക്കന്മാരും ശ്രമിച്ച് നടക്കാത്ത കാര്യമാണ്. മരിച്ചുപോയി. ഇനി നമ്മളെ കൊണ്ട് സാധിക്കുമോ എന്നൊരു സംശയം ബാക്കിയുണ്ടായിരുന്നു. നടന്നു. ഇച്ഛാശക്തി, ഇന്നത്തെ പറഞ്ഞ ഇച്ഛാശക്തി അതുപോലത്തെ ഒരാളിന് നേതൃത്വം കൊടുക്കാനുണ്ട്. അദ്ദേഹത്തിന്റെ കാരുണ്യമാണ്. എന്ത് വന്നാലും തളരാത്തൊരു മനുഷ്യൻ മോണ്ടവില്ല. വേറൊരു നരേന്ദ്രൻ അമേരിക്കയിൽ പോയിട്ട് നമുക്ക് അനുകൂലമായിട്ട് അന്തരീക്ഷം ലോകം മുഴുവൻ സൃഷ്ടിച്ച പോലെ, ഹിന്ദു ധർമ്മത്തിന് സനാതനത്തിന് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിച്ചിരുന്ന പോലെ ഇന്നൊരു നരേന്ദ്രൻ എന്ത് വന്നാലും തളരാതെ. അതുകൊണ്ടല്ലേ മറ്റ് വിശ്വാസികളുടെ രാജ്യത്ത് പോയാലും ചെയ്യുക. അവിടുത്തെ പ്രഥമ പൗരന് കൊടുക്കുന്ന അംഗീകാരം കൊടുക്കുന്നു. നല്ല ചില അച്ഛന്മാർ പറയാം ദൈവം പറഞ്ഞയച്ചതാണ്. നമുക്കറിയില്ല മുറ്റത്തും വലിയ മാത്രമാണ്. എങ്ങനെയെങ്കിലും ഇയാളെക്കുറിച്ച് താഴ്ത്തണം. ഇത് മാത്രം ലക്ഷ്യമാക്കിയിട്ട് കുറേ ആൾക്കാർ പഠിക്കുന്നു. നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റുമോ? നമ്മൾ കല്ലാനും കൊല്ലാനും അവർ പോട്ട. നമുക്ക് നമ്മുടെ പ്രഭുണ്ട്. ഭഗവാനെ എല്ലാവർക്കും ഒരു ആശ്വാസം തരണം. പാലക്കാട്ടൊരു സന്മയാൽ സ്വാമിജി പൂജ സമയത്ത് അദ്ദേഹം വന്ന പറയും, പ്രധാനമന്ത്രിക്ക് വേണ്ടി നരേന്ദ്രമോദി വ്യാഴം അനീരം പുഷ്പാഞ്ജലി ചെയ്യുന്നത് നമ്മളെല്ലാം ആരാ അദ്ദേഹത്തിന് ഇങ്ങനെ എത്രയോ പേര് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് കിട്ടിയിട്ടുള്ള ഈ അവസ്ഥ പോകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. തലകുറിച്ച് പറയുന്നുണ്ട് ഇതിനെ മാറ്റാൻ വേണ്ടി. അതിൽ പോയാൽ നമ്മുടെ കാര്യം വലിയ കഷ്ടമാണ്. നമ്മൾ പണ്ടത്തെ പോലെ ബ്രിട്ടീഷുകാരുടെ അടിമയെ പോലെ ചൈനയുടെയോ പാകിസ്ഥാൻ്റെയോ അടിമയുമാണ്. അതൊന്നും മാറ്റാതിരിക്കാൻ വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് മുക്തി വേണ്ടേ വേണ്ട. നമുക്ക് തനിയെ മുക്തി വേണ്ട. എല്ലാവർക്കും ഒന്നിച്ച് പോകാൻ പറ്റും. അത്രയും അതാ മറ്റേ ഹരിരാമയ്ക്ക് ഇതൊന്നുമില്ല. മറ്റേ കൃഷ്ണനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ട് ഓപ്പോ ഞാൻ പാതി ദൈവം പാതി. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾക്ക് നമ്മൾ ചെയ്തുകൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്, ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ വിജയിക്കൂ. ആ ബോധവും ഞങ്ങൾക്ക് ഞങ്ങളെ കൊണ്ട് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. ഇപ്പോൾ സിനിമയൊക്കെ പറഞ്ഞിരുന്നു ഇങ്ങനെ നിങ്ങൾ ഈ കൈമുട്ടിൻ്റെ മാർഗം മാത്രം ഉപയോഗിച്ചാൽ പോരാ. എല്ലാ വീടുകളിലും എല്ലാ അമ്പലങ്ങളിലും രാമനാമം നടക്കണം. എന്നാൽ ഇവിടെ കാര്യം ചെയ്യും. നമ്മൾ സാക്ഷാൽ ചിന്മയാൻ സ്വാമി നമുക്കൊക്കെ തന്നത് നിർദ്ദേശം. നമ്മൾ പല സ്ഥലത്തും ഇത്
ഹരേ രാമ ഗ്രൂപ്പൊക്കെ വരുന്നതിന് മുമ്പേ പല സ്ഥലത്ത് നാമം ജപിക്കാൻ തുടങ്ങി അന്ന്. രാമന്റെ നാമം ജപിക്കും, ഭജന പാടും. എല്ലാവരും ലക്ഷ്യം എന്താ? അവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തീർക്കാൻ ശരിയാക്കിയിരിക്കാൻ ഒന്ന് ഭഗവാന്റെ ജന്മസ്ഥലത്ത് ഒരു നല്ലൊരു അമ്പലം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നമ്മുടെ ഒരു അഭിമാന പ്രശ്നമാണത്. 1000 കൊല്ലത്തെ 700-750 കൊല്ലത്തെ അടിമത്തത്തിന്റെ ഒരു പ്രതീകമാണ്. ഇത്രയേ ഉള്ളൂ, അപ്പുറമൊന്നുമില്ല. എന്തായാലും കുറച്ച് രണ്ടും കൂട്ടിക്കൊണ്ട് പോകണം എന്നാണ് ഇതൊക്കെ പറഞ്ഞതിനാണ്. അതേ രാമനാമത്തിന്റെ കാര്യം പറഞ്ഞു. ഇപ്പോൾ പറഞ്ഞ 18 പറഞ്ഞ കാര്യം നമ്മൾ കുറച്ച് സാമൂഹികമായിട്ട് കൂടി ചിന്തിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകും. ഗുരുവായൂരിലെ ചിന്താൻസിന് നമുക്ക് എപ്പോഴും അനുകൂലമായി. അദ്ദേഹം പറയും ഹിന്ദു വോട്ട് ബാങ്ക് കണക്കോ പറയും. ഒരു പത്രക്കാരൻ ചോദിച്ചു, സ്വാമി ലോകത്തിന് മുഴുവൻ ആളല്ലേ, വേദാന്തം പറയുന്ന ആളല്ലേ, ഗീത പറയുന്ന ആളെ, എന്നിട്ട് എന്താ ഹിന്ദുക്കളോട് മാത്രം സംഘടിക്കാൻ പറഞ്ഞു? വോട്ട് ബാങ്ക് തങ്ങളുടെ ഹിന്ദുക്കളുടെ ശക്തി ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കണമെന്നല്ലേ? നോക്കൂ പത്രക്കാരാ, ഇവിടെ ലോക സമസ്ത സുഖിനോ പോയിട്ട് പറയാൻ കുറച്ച് ആൾക്കാരോട് ബാക്കി നിൽക്കണ്ടേ? അത് എന്നാലേ നടക്കൂ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വാക്യം പിടിക്കാതോ ലോക സമസ്ത സുഖിനോ എന്ന് അവരെ നികണ്ടതൊന്നുമില്ല, ഞങ്ങളുടെ മാത്രം ശരി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ. പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളാണ് ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇതിനനുസരിച്ച് സാധിക്കുമെങ്കിൽ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു നോക്കണം. വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതാണ് പറ്റില്ലാന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് കുട്ടികളെ മടിയിൽ വെച്ചിട്ടെങ്കിലും നാമം ചൊല്ലാം. നല്ലതായ മാറ്റങ്ങൾ ഉണ്ടാവും. നാമം ജപിക്കണം കേട്ടോ. പ്രഹ്ലാദനെ പോലെ അർജുനെ പോലുള്ള മഹത്തായ കുട്ടികൾ, മഹത്തായ തലമുറ വളർന്നു വരണമെങ്കിൽ വേറെ വഴിയൊന്നുമില്ല. ഇപ്പം നമുക്ക് ചെയ്യാവുന്ന മാറ്റം ഇത് മാത്രമാണ്. അതുകൊണ്ടാണ് ഇതിലേക്ക് ഇത്രയും ഫോക്കസ് ചെയ്യുന്നത്. വെറുതെ ഇത്തരം പരിപാടികളെല്ലാം മാറ്റി വെച്ചിട്ട് ബോംബെയിൽ നിന്ന് തിരുവനന്തപുരത്ത് വരുന്നു, തിരുവനന്തപുരം ഇങ്ങനെ പോയി ഇനി ഗോവയിൽ പോയിട്ട് തിരിച്ചു വണ്ടി കഴിയും. അതുവരെ എന്താ സമൂഹത്തിന് വേണ്ടി, സമൂഹത്തിനെ വളർത്താൻ വേണ്ടി സാധിക്കുന്നത് ചെയ്യാം. ഈ ഗൗളി താങ്ങുന്ന പോലെ ഗൗളിയും നല്ല താങ്ങുന്നു. ചെയ്യേണ്ടത് ചെയ്യണമല്ലോ, നമ്മുടെ പണി നമ്മൾ ചെയ്യാം. അത്രമാത്രം വിചാരിച്ചാൽ മതി. ഓരോരുത്തർ അല്ല ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല, ഇതൊക്കെ തുടങ്ങി വെച്ചാലൊക്കെ സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നു. അവരുടെ വിൽപ്പവറില്ല, ഭഗവാൻ എൻ്റെ കൂടെയുണ്ട് എന്ന ഉറച്ച വിശ്വാസത്തിൽ പലരും ചെയ്തു, വിജയിച്ചു. നമുക്കും അതിൻ്റെ ചെയ്തു നോക്കാം. അതോടുകൂടി തന്നെ ഞാനൊന്നല്ല ചെയ്യുന്നതെല്ലാം അദ്ദേഹമാണ്. ആ വിശ്വാസത്തോട് 1 മിനിറ്റും വെറുതെ കളയാതെ ഉറങ്ങുന്ന സമയം കുറച്ചിട്ടെങ്കിലും എന്താ ചെയ്യേണ്ടത്? നാമം ജപിച്ചാൽ മാത്രം, വേറെ ഒന്നും വേണ്ട. നാമം ഒന്നുകൊണ്ട് മാത്രം ഇതെല്ലാം നേടും. നമ്മുടെ ഇവിടെ വേണ്ടാത്ത വലുതുണ്ടെങ്കിൽ 1000 ജന്മങ്ങളുടെ വാസനകളുടെയും മണ്ണായിട്ട് കൊടുക്കും. ഇതിലേക്ക് നിറയേണ്ട വലുതുണ്ടെങ്കിൽ പുറത്തുനിന്ന് വന്നു ചളി വെള്ളത്തിലേക്ക് നല്ല വെള്ളം ഒഴിച്ചുകൊണ്ടേയില്ല. രാമകൃഷ്ണന്മാരുടെ നാമം ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ അടിച്ച് കയറ്റാം. ഇതിനുള്ളിൽ വേണ്ടാത്ത ഓരോന്നോരോന്നും ഇങ്ങനെ പുറത്തു കൊടുക്കും. അതിങ്ങനെ കരങ്ങി പോകുന്നതോ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ കലക്ക് വെള്ളം പോകാൻ ചെല്ലാവും, നല്ല വെള്ളമുള്ളൂ പിന്നെ. അപ്പോൾ അങ്ങനെയൊക്കെ ഇതൊക്കെ മഹാത്മാക്കൾ പറയുന്ന ഉദാഹരണങ്ങളാണ്. പിടിച്ച് മാറ്റി ഞാൻ ഇങ്ങനെ ആയിപ്പോയാലോ അങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല. എല്ലാവരും ജീവിതത്തിന് നമ്മുടെ ഉള്ളിൽ പല നന്മയുണ്ട്, തിന്മയുണ്ട്. അങ്ങനെ ചിന്തിക്കും. കുറച്ച് നേരോട്ട് പോകുമ്പോഴേ ഈ വാസനകളൊക്കെ വിട്ടുപോകുന്നില്ലല്ലോ, ഇപ്പോഴും ഈ ചപ്പ് ചവനകളും ചിന്തിക്കുന്നല്ലോ. അങ്ങനെ എല്ലാവരും അങ്ങനെയാണ്. നമ്മൾ മാത്രം ഇങ്ങനെയൊന്നുമല്ല, എല്ലാ മനുഷ്യന്മാരുടെ പൊതു സ്വഭാവമാണ് ഇതൊക്കെ. അതിൽ നിന്ന് നമ്മൾ ബോധപൂർവ്വം കുറച്ച് കളയൊക്കെ പറിച്ച് മാറ്റണം. അപ്പോൾ ചെടി നന്നായി വരും. കള പറിച്ച് മാറ്റലും ചെടി വളർന്നതിൻ്റെ ഭാഗമാണ്. വെള്ളം കൊടുത്താൽ മാത്രം മതി. വെള്ളം കൊടുക്കണം, വളം കൊടുക്കണം ഒക്കെ വന്ന കൂടെ അവിടെ വേണ്ടാത്ത എന്തുണ്ടോ അതിനടുത്ത് ആ കാര്യം ഭഗവാൻ ചെയ്തോളും. ഭഗവാന്റെ ദൈവം പൂർണ്ണമായി വിശ്വസിക്കാം. വിശ്വാസം ഉള്ളവന് ഭാഗ്യം. അല്ലാത്തവന് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടാൻ മാത്രം. എന്ത് വന്നാലും വിശ്വസിക്കും, എന്ത് കണ്ടാലും വിശ്വസിക്കും, മറ്റുള്ളവരുടെ അനുഭവങ്ങൾ കണ്ടാലും പഠിക്കില്ല. ഇങ്ങനത്തെ ഇതൊക്കെ എന്ത് ഇപ്പം പൂർവ്വജന്മം കൂടെ കിട്ടുന്നതാണ്. നാമം ജപിക്കാൻ തോന്നണമെങ്കിൽ കൂടി ഭഗവാന്റെ ചിലവർക്ക് നാമം ജപിക്കാൻ പറ്റില്ല. പറഞ്ഞു അന്നൊരു ദിവസം പറഞ്ഞു, മോതിരം സ്വർണ്ണ മോതിരം കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ നാമം ജപിച്ചില്ല ഒരാൾ. 2 വലിയ വീടുകളാണ്. ഈ പണ്ട് മുകളിലൊക്കെ ഇരുന്ന ദൂരത്തെ പടികെട്ട് വരുമ്പോൾ കാണാൻ പറ്റും. അങ്ങനത്തെ വീടുകളുണ്ടാവുന്നല്ലേ കൊണ്ടുവരുന്നത്. ആ പടികെട്ട് 5 മിനിറ്റ് കഴിഞ്ഞ് വേണം വീട്ടിലേക്കത്. അത്ര ദൂരം ഇങ്ങനെ മുകളിൽ ഈ സുഹൃത്തുക്കളെ വീട്ടിൻ്റെ ഉടമസ്ഥനെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ മുകളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അവരിങ്ങനെ തമാശ പറഞ്ഞിരിക്കുമ്പോൾ ഒരു ധർമ്മക്കാരൻ ദൂരത്തിൽ കിടക്കുന്നത് വരുന്നത് കണ്ടു. ഈ സുഹൃത്ത് ആദ്യം കണ്ടു. സുഹൃത്ത് പറഞ്ഞു, ആ വരുന്ന ആൾ ഭയങ്കര ഭാവിയാണ്. മറ്റു നോട്ടം നോക്കിയിട്ടേ ഉള്ളൂ. അദ്ദേഹത്തിന് വേഗം എന്താ അരിയോ പൈസയോ എന്താ കൊടുത്ത് വേഗം പറഞ്ഞു വിടും. ഒരു നിമിഷം പറഞ്ഞ് നിർത്തരുതെന്ന്.
അതെങ്ങനെയാ മനസ്സിലാക്കിയ ചോദിച്ചു. വീട്ടുടമസ്ഥനായിട്ടുള്ള സുഹൃത്ത് ഇങ്ങനെയാണത്, എനിക്ക് മനസ്സിലാക്കി തരാൻ പറ്റുമോ? പറ്റൂല. രണ്ടുപേരും താഴത്തേക്ക് വന്നു, ഉമ്മർത്ത് വന്നു. നമ്മളൊക്കെ അയാളും ഉമ്മർത്ത് തമ്പുരാനെ ഇങ്ങനെ തരണേ പറഞ്ഞു വേണം തരുക ചെയ്യാണെങ്കിൽ എന്താ വേണ്ടത് തരാം. നാരായണ ഒരു പ്രാവശ്യം നോക്കൂടെ, കിട്ടിയാ കിട്ടിയില്ലെങ്കിൽ വേണ്ട, ഒന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞ് കൊണ്ടാതിരുന്നപ്പോൾ പിന്നെ പറഞ്ഞു, അല്ല ഞങ്ങൾ വെറുതെ പറയല്ല, നിങ്ങൾക്ക് എന്താ വേണ്ടത് തരാം. ഒരു പ്രാവശ്യം നാരായണ ജപിക്കുക, അവിടെ വേണ്ടിയില്ല. പിന്നെ ഒരു പ്രാവശ്യം കൂടി പറഞ്ഞു, അപ്പോഴേ ഞങ്ങൾക്ക് ഉറപ്പായി നാം ജപിക്കില്ല. ഈ അയാൾ പറയാറുണ്ട്, കളിയാക്കണ്ട, ഒന്നുമില്ലെങ്കിൽ അത് പറഞ്ഞാൽ മതി. കളിയാക്കിയിട്ടൊന്നുമില്ല, നാം ജപിക്കാൻ പറഞ്ഞിട്ട് പറഞ്ഞില്ല. മോതിരം വിളിച്ചു, സ്വർണ്ണ മോതിരം എടുത്ത് ഇങ്ങനെ വിളിച്ചു. ഇങ്ങനെ ഒരു പ്രാവശ്യം നാരായണ ജപിച്ച് ചെയ്താൽ തരാമോ? കളിയാക്കണ്ട അപ്പൊ അടിയനെ പറഞ്ഞ് തിരിച്ചു മറിച്ച് നടക്കുന്നത്. കളിയാക്കിയിട്ടില്ല, അതൊക്കെ നാമം ചോദിക്കാൻ സാധിക്കില്ല. നാമത്തില് വിശ്വാസവും ഇല്ല. നാമം ചോദിച്ച കാര്യം ഒന്ന് ശ്രമിച്ചു നോക്കാമായിരുന്നല്ലോ. വേണമെങ്കിൽ കിട്ടിയാൽ കിട്ടിയില്ലെങ്കിൽ വേണ്ടാവുന്ന ഒരു പ്രാവശ്യം ജപിച്ചൂടെ? ജപിച്ചില്ല. അയാൾക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായിന്നാണ്. അല്ലെ, എന്തൊക്കെയോ പാപങ്ങൾ ചെയ്ത ആൾക്കാരാണ്, അക്രമങ്ങളൊക്കെ ചെയ്ത ആൾക്കാരുണ്ടല്ലോ, അവര് ഇങ്ങനെ ചുറ്റും ഇങ്ങനെ ഒരു ഇതാവുന്നതാണ്. ഏറ്റവും നല്ലവർക്ക് സ്വർണ്ണ കളറുള്ള ഇങ്ങനെ ഒരു പ്രഭ നമുക്ക് കാണുന്നില്ല. ഈ കിർലിയൻ ഫോട്ടോഗ്രാഫി കണ്ടുണ്ട്. നമശിവായി പ്രദോഷ സമയത്ത് നമശിവായി പിടിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ ഇടങ്ങനെ ശിവൻ നൃത്തം ചെയ്യുന്നതായിട്ട് സാധാരണ നമ്മൾ കാണില്ല, അതിൽ നോക്കി കിട്ടുന്നതാണ്. അപ്പോൾ ഇതിനെ കണ്ണൊന്നും വേണ്ട, കണ്ണ് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഈ പച്ചയൊക്കെ മഹാത്മാണ്. പച്ച ചേർത്ത് പച്ച നിറം, വെളുപ്പ് നിറം, സ്വർണ്ണ കളറുള്ള ഒരു ഇങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ തപസ്യാണ്, ഏറ്റവും നല്ല മനുഷ്യനാണ്. അതിൻ്റെ അയാളാണ്. എന്നിട്ട് ഇങ്ങനെയൊക്കെ ചില സൗകര്യങ്ങളൊക്കെ ഉണ്ട്, ഇതിനൊക്കെ സാധിക്കുന്നതൊക്കെ ചെയ്യാം. എങ്ങനെ പറഞ്ഞാലും തീരില്ല. ഇന്നലെ അവിടെ പറഞ്ഞല്ല പറ്റി പറയുന്നത്, നാളെ ചിലപ്പോൾ വേറെ കാര്യങ്ങളാവും പറയാം. അപ്പോൾ പറഞ്ഞാൽ എന്താ തോന്നിച്ചാൽ പറയും, ചുറ്റു തിന്നുന്നു ജന്മം മുഴുവനോ. അതെ, അങ്ങനെ ആകാൻ പാടില്ല. ഇത് എത്രയോ ജന്മങ്ങളുടെ പുണ്യപാപങ്ങളുടെ രണ്ടും ഒപ്പായി വന്ന സമയത്താണ് ഈ മനുഷ്യ ജന്മം കിട്ടിയത്. കേട്ടിട്ടുണ്ടോ? ചാക്യാർകൂടത്തെ വലിയ ഇന്ത്യൻ വളഞ്ഞ ഒരു സാധനം കെട്ടി. അതിൻ്റെ ആ പുറത്തൊക്കെ ഒരു പറയുന്നുണ്ട്, സുഹൃതദുഷ്കൃതങ്ങൾ തുല്യങ്ങളായിരിക്കും സമയത്തിങ്കലെ ഈ മനുഷ്യജന്മം ലഭിക്കൂ എന്ന സത്യത്തെ ഒരു അവസരം വരുന്ന സമയത്തിങ്കൽ ഈശ്വര സേവ ചെയ്ത് ദുരിത നിവർത്തി നിർത്തിക്കൊണ്ടുവരാൻ വേണ്ടി വേണമേ സർവജനങ്ങളും സർവകാലത്തും പ്രയത്നം ചെയ്തിടുവാൻ. ഇവിടെ ആരിവിടെ രക്ഷിതാവ് എന്നല്ലേ? രാമചന്ദ്രൻ നിങ്ങളെ രക്ഷിക്കട്ടെ. അപ്പം മനസ്സിലായി, രാമായണ കഥ പറയാൻ പറഞ്ഞു. ചന്ദ്രചൂടൻ രക്ഷിക്കട്ടെ പറഞ്ഞാൽ ശിവന്റെ കഥകളാണ് പറയുന്നത്. ചിലപ്പോൾ ഗോപാലകൃഷ്ണനോ പറയും. ഓരോന്നും ആ ഒരു തുടക്കം, ആ സുഹൃത ദുഷ്കൃതങ്ങൾ തുല്യമായിരിക്കും സമയത്തിൻ്റെയാണ് ഈ മനുഷ്യജന്മം കിട്ടും. ഇനി നമുക്കിപ്പോൾ വേണമെങ്കിൽ ശ്രമിച്ചാൽ മുകളിൽ കയറി പോവാം, താഴത്തേക്ക് പോവാം. മനുഷ്യന്മാർക്ക് മാത്രമേ ഇത് പറ്റൂ. മൃഗങ്ങൾക്ക് അങ്ങനെ തട്ടി ഇങ്ങനെ പോകും. മൃഗങ്ങളെ കാലമാണ് നയിക്കുന്നത്. നമ്മൾ വേണ്ട പറഞ്ഞാലും അവിടെ എത്തും. ഏതെങ്കിലും കാലത്ത് ആ പരമാനന്ദത്തിലേക്ക് എത്തും നമ്മൾ. അറ്റ്ലീസ്റ്റ് അങ്ങനെ എത്തിയാൽ മതിയോ? മാധവജി കൊണ്ട് വലിയ മനുഷ്യനാണ്. അതേ നമുക്ക് പൗരുഷമുണ്ടല്ലോ, അത് നല്ല കാര്യത്തിൽ വിളിക്കാം. ഓടുന്ന തോണിക്കൊരു ഉന്തുകൂടി പറയാറില്ലേ? ഒന്നുകൂടി അതിന് സ്പീഡൊന്നും കൂടാൻ വേണ്ടി നമ്മൾ ഒരു ശ്രമം നടത്താം. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹമായി നമ്മുടെ ഉന്നത തലോ എല്ലാം കൂടി ചെല്ലുമ്പോൾ ഒന്ന് വേഗത്തിൽ 10 ജന്മം കൂടി കിട്ടുന്നത് ഒരു ജന്മത്തിൽ കിട്ടും. അങ്ങനെയൊക്കെയാണ് പറയുന്നത്. എനിക്ക് എന്താ പറയുക, എനിക്ക് പറയാനൊക്കെ പലതും ഉണ്ടാവും. അധിക പ്രസംഗമാകാൻ പാടില്ലല്ലോ. പറയലല്ല, കാര്യം ചെയ്യലാണ്. നമുക്കിതൊരു 2 ദിവസം മുമ്പേ നമ്മുടെ കൂടെ വന്നിട്ടുള്ള ഒരു സഹോദരി അയച്ചു തന്നാൽ കേട്ടില്ല, നാം നന്നായിട്ടുണ്ട്. ആ കൃതികൾ ചെയ്യുന്ന നാമാണല്ലോ, ഈ സ്പീഡ് കൂടുതലാണ്. പിന്നെ ഓഡിയോ ശ്വാസം കൊടുക്കില്ല. ഇത് കുറച്ചും കൂടി സാവധാനത്തിലാണ്. നമുക്ക് കുറച്ചൊരു 100 നാമം ചോദിച്ചൂടെ? നാമം